കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തൻ്റെ നീണ്ട മുടിയിഴകൾ ഒതുക്കി വെക്കുകയായിരുന്നു ആർദ്ര. ആർദ്രയുടെ അരക്കെട്ടിലൂടെ രണ്ട് ശക്തമായ കൈകൾ വന്ന് ചുറ്റിപ്പിടിച്ചു. പെട്ടെന്നുണ്ടായ സ്പർശനത്തിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും കണ്ണാടിയിലൂടെ ആ മുഖം കണ്ടപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വിശാൽ, വിട്, അമ്മ എങ്ങാനും കണ്ടാ. ആർദ്ര നാണത്തോടെ അവൻ്റെ കൈകൾ മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ കേരളത്തിലെ പ്രമുഖ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ യുവ CEO ആയ വിശാൽ അവളെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ കഴുത്തിൽ തൻ്റെ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൻ മന്ത്രിച്ചു. അമ്മ കണ്ടിട്ടോ, സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട. തമാശ കളിക്കാതെ വിശാൽ, ഓഫീസിൽ പോകാൻ സമയമായി. ദേ, ആ ടൈ ഒന്ന് ശരിയാക്കി തന്നേ. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. വിശാലിൻ്റെ ഷർട്ടിൻ്റെ കോളറുകൾ ഒതുക്കി ടൈ കെട്ടിക്കൊടുക്കുമ്പോൾ ആർദ്രയുടെ മുഖത്ത് ആവോളമുണ്ടായിരുന്നു സ്നേഹം. 2 വർഷം മുമ്പ് അസുഖബാധിതനായ അച്ഛനെ നോക്കാനും അനിയത്തിയെ പഠിപ്പിക്കാനുമായി പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിരുന്ന ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു താനെന്ന് അവൾക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ തന്ന ദൈവത്തോട് അവൾ മനസ്സിൽ നന്ദി പറഞ്ഞു. എന്താ ആർദ്ര, എങ്ങോട്ടായി നോക്കി നിൽക്കുന്നത്? വിശാൽ അവളുടെ കവിളിൽ പിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. അച്ഛൻ്റെ കാര്യം ഓർത്തു. കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയി കണ്ടതാ. പ്രഷറും ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റും ഉള്ളതാ. ഫുഡൊന്നും കൃത്യമായി കഴിക്കില്ല. രണ്ടാനമ്മയാണെങ്കിൽ അവരുടെ ലോകത്തും. ആർദ്രയുടെ ശബ്ദത്തിൽ നേരിയൊരു സങ്കടം പടർന്നു. നീ അതിനോർത്ത് വിഷമിക്കണ്ട. അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കുന്നുണ്ടല്ലോ. പിന്നെ ഗായത്രി, അവളുടെ പഠിത്തം കഴിഞ്ഞില്ലേ? അവൾ എപ്പോഴാണ് വരുന്നത്? വിശാൽ ചോദിച്ചു. അവൾ MBA കഴിഞ്ഞ് അടുത്ത ആഴ്ച വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ ചോര നീരാക്കി പഠിപ്പിച്ചവളാ. അവൾക്കൊരു നല്ല ജോലി കിട്ടണം. അനിയത്തിയെ ഓർക്കുമ്പോൾ ആർദ്രയുടെ മുഖം അഭിമാനം കൊണ്ട് തിളങ്ങി. എൻ്റെ കമ്പനിയിൽ തന്നെ അവൾക്കൊരു പോസ്റ്റിംഗ് മാറ്റിവെക്കാം പോരെ എൻ്റെ രാജ്ഞിക്ക്? വിശാൽ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. താഴെ ഡൈനിങ് ടേബിളിൽ വിശാലിന് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പിക്കൊടുക്കുമ്പോഴാണ് അമ്മായിയമ്മ സുമിത്ര അങ്ങോട്ട് വന്നത്. അവരുടെ മുഖത്ത് എപ്പോഴത്തെയും പോലെ ഒരു തണുപ്പം ഭാവമായിരുന്നു. വിശാൽ, നീ ഈ മാസമെങ്കിലും ആ ഹോസ്പിറ്റലിൽ ഒന്ന് പോകുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഈ വീട്ടിൽ ഒച്ചയും ബഹളമൊക്കെ ആയി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അയൽപ്പക്കത്തുകാർ ഓരോന്ന് ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. സുമിത്ര ആർദ്രയെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മയുടെ വാക്കുകൾ കേട്ടതും ആർദ്രയുടെ കയ്യിലെ പാത്രം താഴെ വീണു. അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. കുഞ്ഞുങ്ങളില്ലാത്ത സങ്കടം അവളെ അത്രമാത്രം വേട്ടയാടുന്നുണ്ടായിരുന്നു. അമ്മേ, രാവിലെ തന്നെ തുടങ്ങിയോ? ഞങ്ങൾക്കിപ്പോൾ കുട്ടികളൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ്. അതിന് ആർദ്രയെ കുറ്റം പറയേണ്ടതില്ല. വിശാൽ അമ്മയോട് ചൂടായി. അവൻ ആർദ്രയുടെ കൈ ചേർത്ത് പിടിച്ചു. സാരമില്ലടോ, നീ വിഷമിക്കണ്ട എന്ന് കണ്ണുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചു. വിശാൽ ഓഫീസിലേക്ക് ഇറങ്ങിയ ശേഷവും ആർദ്രയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. ലിവിംഗ് റൂമിലെ സോഫയിലിരുന്ന് അവൾ കണ്ണീർ തുടച്ചു. പെട്ടെന്നാണ് വീടിൻ്റെ ഉമ്മറത്ത് ഒരു ടാക്സി വന്നു നിന്നത്. കാറിൻ്റെ ഡോർ തുറന്ന് വലിയൊരു ട്രാവൽ ബാഗും തോളിലിട്ട് കണ്ണിൽ കൂളിംഗ് ഗ്ലാസും വെച്ച് അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇറങ്ങി. മോഡേൺ ജീൻസും ടോപ്പും ധരിച്ച അവൾ ആ വീടിൻ്റെ ആഠിത്യത്തിലേക്ക് ഒട്ടും പതറാതെ നടന്നു വന്നു. അവൾ കണ്ണിലെ ഗ്ലാസ് മാറ്റി ഉമ്മറത്ത് നിന്നിരുന്ന ആർദ്രയെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ചേച്ചി! ആ ശബ്ദം കേട്ടതും ആർദ്ര ചാടി എഴുന്നേറ്റു. ഗായത്രി, അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞ അനിയത്തി ഇതാ മുന്നിൽ നിൽക്കുന്നു. ആർദ്ര ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പക്ഷേ ആ കെട്ടിപ്പിടുത്തത്തിനിടയിലും ഗായത്രിയുടെ കണ്ണുകൾ ആ വലിയ ബംഗ്ലാവിലെ ആഡംബരങ്ങളിലേക്ക് നീളുകയായിരുന്നു. അവളുടെ ചുണ്ടിൽ ഒരു നിഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു. അതേസമയം ഓഫീസിലേക്ക് പോയ വിശാലിൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് വന്നു. ഐ ആം ബാക്ക് ജിജു. മെസ്സേജ് കണ്ട് വിശാലിൻ്റെ വണ്ടി പെട്ടെന്ന് റോഡരികിൽ ബ്രേക്കിട്ട് നിന്നു. അവൻ്റെ മുഖത്ത് ഒരു അമ്പരപ്പും ഒപ്പം വല്ലാത്തൊരു ഭാവവും തെളിഞ്ഞു വന്നു. വിശാൽ, ദേ നോക്കിക്കേ, ആരാ വന്നിരിക്കുന്നതെന്ന്. വൈകുന്നേരം ഓഫീസിൽ നിന്നും തളർന്നു വന്ന വിശാലിൻ്റെ മുന്നിലേക്ക് ആർദ്ര സന്തോഷത്തോടെ ഓടിയെത്തി. വിശാൽ കൗതുകത്തോടെ ലിവിംഗ് റൂമിലേക്ക് നോക്കി. അവിടെ സോഫയിൽ കാലിന്മേൽ കാല് വെച്ച് ഫോണിൽ നോക്കിയിരുന്ന ഗായത്രി പതുക്കെ തല ഉയർത്തി. വെളുത്തു തുടുത്ത മുഖം, വിദേശത്തെ ഫാഷൻ രീതിയിലുള്ള വസ്ത്രധാരണം, കാന്തിക ശക്തിയുള്ള കണ്ണുകൾ. വിശാൽ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നുപോയി. തൻ്റെ ഭാര്യ ആർദ്രയുടെ വേഷവിധാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തയായ ഒരു ആധുനിക പെൺകുട്ടി. ജിജു! ഗായത്രി എഴുന്നേറ്റ് വന്ന് വിശാലിന് കൈ കൊടുത്തു. ഇന്ന് ഗായത്രി ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ അനിയത്തി. ആർദ്ര അഭിമാനത്തോടെ പരിചയപ്പെടുത്തി. ഓ ഗായത്രി, നേരിട്ട് ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. വെൽക്കം ടു കേരള. വിശാൽ അവളുടെ കൈകളിൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗായത്രിയുടെ സ്പർശനം അവനിൽ എന്തോ ഒരു പുതിയ അനുഭൂതി ഉണ്ടാക്കുന്നത് പോലെ വിശാലിന് തോന്നി. രാത്രി ഭക്ഷണത്തിനിടയിൽ ഗായത്രി തൻ്റെ ബിസിനസ് ആശയങ്ങളെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിച്ചു.
ഒരു വലിയ കമ്പനിയുടെ CEO ആയ വിശാലിന് അവളുടെ അറിവും സംസാര രീതിയും വളരെ ഇഷ്ടപ്പെട്ടു. ജിജുവിൻ്റെ കമ്പനിയിൽ എനിക്കൊരു ജോലി തരുമെന്ന് ചേച്ചി പറഞ്ഞിരുന്നു. ഗായത്രി വിശാലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. തീർച്ചയായും നാളെ തന്നെ നീ എൻ്റെ കൂടെ ഓഫീസിലേക്ക് പോന്നോളൂ. നിന്നെപ്പോലൊരു MBA ഗ്രാജുവേറ്റിനെ എൻ്റെ കമ്പനിയുടെ പ്രോജക്റ്റ് മാനേജറായിട്ടാണ് എനിക്ക് ആവശ്യം, വിശാൽ ഒട്ടും മടിക്കാതെ പറഞ്ഞു. അടുത്ത ദിവസം മുതൽ ഗായത്രി വിശാലിനൊപ്പം ഓഫീസിൽ പോകാൻ തുടങ്ങി. ഓഫീസിൽ വെച്ച് അവർ കൂടുതൽ സമയവും ഒരുമിച്ചായിരുന്നു. പ്രോജക്റ്റുകളുടെ ചർച്ചകൾക്കിടയിൽ ഗായത്രി ബോസിന് നൽകുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വിശാൽ എന്ന വ്യക്തിക്ക് നൽകാൻ തുടങ്ങി. ഒരു ദിവസം ക്യാബിനിൽ വെച്ച് ഫയലുകൾ മാറുന്നതിനിടയിൽ ഗായത്രിയുടെ കൈകൾ വിശാലിൻ്റെ കൈകളിൽ തട്ടി. അവൾ കൈ മാറ്റാതെ വിശാലിനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. വിശാലിൻ്റെ ഉള്ളിൽ ആർദ്രയോടുള്ള സ്നേഹത്തിന് മുകളിൽ ഗായത്രിയോട് ഒരു തരം അടക്കാനാവാത്ത ആകർഷണം വളരുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. വീട്ടിൽ സുമിത്രയുടെ കുറ്റപ്പെടുത്തലുകൾ വീണ്ടും കൂടി വന്നു. വിശാൽ, നീ ആ പെണ്ണിനെയും കൊണ്ട് നാളെ തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ? എനിക്ക് കൃത്യമായി മറുപടി വേണം, സുമിത്ര കർക്കശമായി പറഞ്ഞു. അടുത്ത ദിവസം വിശാലും ആർദ്രയും നഗരത്തിലെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റിനെ കാണാനെത്തി. കൂടെ സഹായിക്കാനെന്ന വ്യാജേനെ ഗായത്രിയും വന്നിരുന്നു. പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ വിശാലിനെയും ആർദ്രയെയും തൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. ഗായത്രിയും അവർക്കൊപ്പം കയറി. ഡോക്ടറുടെ മുഖത്ത് ഗൗരവമുണ്ടായിരുന്നു. മിസ്റ്റർ വിശാൽ, നിങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം നോർമലാണ്. പക്ഷേ ഡോക്ടർ ആർദ്രയുടെ ഫയൽ കയ്യിലെടുത്തു. ആർദ്രയുടെ യൂട്രസിന് ജന്മനാ ചില തകരാറുണ്ട്. അതുകൊണ്ട് ആർദ്രയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഒരിക്കലും സാധിക്കില്ല. മെഡിക്കലി അത് ഇമ്പോസിബിളാണ്. ഡോക്ടറുടെ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് ആർദ്രയുടെ നെഞ്ചിൽ പതിച്ചത്. അവൾ അലറിക്കരഞ്ഞുപോയി. ഇല്ല ഡോക്ടർ, അങ്ങനെ സംഭവിക്കില്ല. അവൾ വിശാലിൻ്റെ കൈ പിടിച്ചു. പക്ഷേ വിശാൽ ആർദ്രയുടെ കൈകൾ പതുക്കെ വിടുവിച്ചു. അവൻ്റെ മുഖം പെട്ടെന്ന് ഇരുണ്ടു. കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്ന സത്യം അവന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ആർദ്ര കരയുമ്പോഴും അവളുടെ അരികിൽ നിന്നിരുന്ന ഗായത്രിയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. പകരം തകർന്നു നിൽക്കുന്ന വിശാലിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരുതരം നിഗൂഢമായ ആനന്ദവും വിജയഭാവവും മിന്നിമറയുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും തിരികെ കാറിൽ വരുമ്പോൾ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. ആർദ്ര ജനലിലൂടെ പുറത്തേക്ക് നോക്കി വിങ്ങി വിങ്ങി കരയുന്നുണ്ടായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന വിശാലിൻ്റെ മുഖം ദേഷ്യം കൊണ്ടും നിരാശ കൊണ്ടും വലിഞ്ഞു മുറുകിയിരുന്നു. അവൻ ആർദ്രയെ ആശ്വസിപ്പിക്കാൻ പോലും ശ്രമിച്ചില്ല. എന്നാൽ പിൻ സീറ്റിലിരുന്ന ഗായത്രി കണ്ണാടിയിലൂടെ വിശാലിൻ്റെ ഭാവങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ ഇടയ്ക്കിടെ അലിവോടെ വിശാലിൻ്റെ തോളിൽ തൊട്ടുകൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കാറ് ബംഗ്ലാവിൻ്റെ മുറ്റത്ത് വന്ന് നിന്നതും വിശാൽ ആർദ്രയെ കാത്തു നിൽക്കാതെ ദേഷ്യത്തോടെ ഇറങ്ങി അകത്തേക്ക് നടന്നു. ഉമ്മറത്ത് തന്നെ കാത്തു നിന്നിരുന്ന സുമിത്ര മകൻ്റെ മുഖഭാവം കണ്ടതും കാര്യം മനസ്സിലാക്കി. എന്തായി വിശാൽ, ഡോക്ടർ എന്ത് പറഞ്ഞു? വിശാൽ ഒന്നും പറയാതെ സോഫയിലേക്ക് തല ചായ്ച്ചിരുന്നു. ഒപ്പം എത്തിയ ഗായത്രി വന്ന് സുമിത്രയുടെ കൈകളിൽ പിടിച്ചു. അമ്മേ, അത് ചേച്ചിക്കിനി ഒരിക്കലും കുഞ്ഞുണ്ടാകില്ലെന്നാ ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞു. ജന്മനാ ഏതോ തകരാറുണ്ടത്രേ. അത് കേട്ടതും സുമിത്രയുടെ മുഖം ചെകുത്താൻ്റേതുപോലെയായി. പിന്നെ കയറി വന്ന ആർദ്രയുടെ നേർക്ക് അവർ പാഞ്ഞെടുത്തു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, കുലവും ഗോത്രവും ഇല്ലാത്ത ഏതോ ഒരുത്തിയുടെ മകളെ ഈ വീട്ടിലേക്ക് കയറ്റരുതെന്ന്. സുമിത്രയുടെ ശബ്ദം ആ വലിയ ഹാളിൽ മുഴങ്ങിക്കേട്ടു. അമ്മേ, എന്നെ ചതിച്ചതല്ല, എനിക്കും അറിയില്ലായിരുന്നു. ആർദ്ര സുമിത്രയുടെ കാൽക്കൽ വീണു കരഞ്ഞു. മാറടി മുന്നിൽ നിന്ന് മൂദേവി. 2 വർഷം ഈ വീട്ടിലെ ചോറും നിന്ന് സൂചിച്ച് നടന്നിട്ട് ഒടുവിൽ എൻ്റെ മകൻ ഒരു പിൻഗാമിയെ തരാൻ കഴിയില്ലെന്ന് റിപ്പോർട്ടും വാങ്ങി വന്നിരിക്കുന്നു. മച്ചയായ നിന്നെ ഈ വീട്ടിൽ താമസിപ്പിച്ച് എൻ്റെ കുടുംബത്തിൻ്റെ വംശം മുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ലക്ഷണം കെട്ടവൾ. സുമിത്രയുടെ ഓരോ വാക്കും ആർദ്രയുടെ നെഞ്ചിൽ ചവിട്ടടിയേറ്റതുപോലെ പതിച്ചു. ആർദ്ര കരഞ്ഞുകൊണ്ട് വിശാലിൻ്റെ അരിയിലേക്ക് ചെന്നു. വിശാൽ, നിങ്ങൾക്കറിയാമല്ലോ, എന്നെ പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറയൂ. എന്നാൽ വിശാൽ അവളെ നോക്കുക പോലും ചെയ്യാതെ എഴുന്നേറ്റ് മുകളിലെ മുറിയിലേക്ക് നടന്നു. സ്വന്തം ഭർത്താവിൻ്റെ ആ നിസ്സംഗത അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ആർദ്ര ലിവിംഗ് റൂമിലെ തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഗായത്രി അവളെ താങ്ങിപ്പിടിച്ച് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയെങ്കിലും അവളുടെ മനസ്സിൽ മറ്റൊരു പദ്ധതി രൂപപ്പെടുകയായിരുന്നു. അടുത്ത കുറച്ച് ദിവസങ്ങൾ ആർദ്രയ്ക്ക് നരകതുല്യമായിരുന്നു. സുമിത്രയുടെ അധിക്ഷേപങ്ങൾ ഓരോ നിമിഷവും കൂടിക്കൂടി വന്നു. ആഹാരം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നാൽ പോലും കുട്ടികളില്ലാത്തവർക്ക് എന്തിനാ ഇത്ര ആഹാരം എന്ന് ചോദിച്ച് സുമിത്ര അവളെ അപമാനിച്ചു. ഈ സമയത്തൊക്കെ ആർദ്രയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വിശാലും ഗായത്രിയും തമ്മിലുള്ള അടുപ്പം ക്രമാതീതമായി വളരുകയായിരുന്നു. വീട്ടിലെ സങ്കടങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ വിശാൽ കൂടുതൽ സമയം ഓഫീസിൽ ചെലവഴിച്ചു. അവിടെ അവന് കൂട്ടായി ഗായത്രിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഓഫീസിലെ വലിയൊരു പ്രോജക്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം വിശാലും ഗായത്രിയും ക്യാബിനിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ജിജു ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.
പക്ഷേ ചേച്ചിയുടെ അവസ്ഥയോർത്ത് ജിജുവിൻ്റെ ജീവിതം ഇങ്ങനെ തളർന്നു പോകരുത്. ജിജുവിനെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. ഗായത്രി വളരെ ലാവണ്യത്തോടെ വിശാലിൻ്റെ കൈകളിൽ തൻ്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. വിശാൽ ഗായത്രിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ ആശ്വാസവാക്കുകൾ അവന് വല്ലാത്തൊരു ലഹരിയായി തോന്നി. വീട്ടിലെ കണ്ണീരും വഴക്കും മാറി നിന്ന് ഗായത്രിയുടെ സാമീപ്യം അവന് ആഗ്രഹിക്കാൻ തുടങ്ങി. എനിക്കറിയില്ല ഗായത്രി, ആർദ്രയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതാ. പക്ഷേ ഒരു കുഞ്ഞില്ലാത്ത ജീവിതം എനിക്ക് ആലോചിക്കാൻ കഴിയില്ല. അമ്മ പറയുന്നതിലും ന്യായമുണ്ട്, വിശാൽ നിരാശയോടെ പറഞ്ഞു. ജിജുവിന് ഒരു കുഞ്ഞിനെ തരാൻ ചേച്ചിക്ക് കഴിയില്ലായിരിക്കും. പക്ഷേ ഈ ലോകത്ത് വേറെയും പെണ്ണുങ്ങളില്ലേ? ഗായത്രി ഒരു കള്ളച്ചിരിയോടെ വിശാലിൻ്റെ മുഖത്തേക്ക് കൂടുതൽ അടുത്തു നിന്നു. അവളുടെ ശ്വാസം തൻ്റെ മുഖത്ത് തട്ടിയപ്പോൾ വിശാലിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ ഗായത്രിയെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. ഗായത്രി ഒരു വിജയഭാവത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചായുമ്പോൾ ആർദ്ര എന്ന ഭാര്യ അവരുടെ മനസ്സിൽ നിന്നും പതുക്കെ മാഞ്ഞു തുടങ്ങിയിരുന്നു. മാസങ്ങൾ കൊഴിഞ്ഞുപോയി. ആ വലിയ ബംഗ്ലാവിലെ ജീവിതം ആർദ്രയ്ക്ക് ഇപ്പോൾ ഒരു തടവറ പോലെയായിരുന്നു. വിശാലുമായുള്ള അവളുടെ ദാമ്പത്യം വെറുമൊരു പേരിൽ മാത്രമായി ഒതുങ്ങി. വിശാൽ ഇപ്പോൾ ആർദ്രയോട് സംസാരിക്കാറേയില്ല. സുമിത്രയുടെ നിർബന്ധത്തിനും വിശാലിൻ്റെ താല്പര്യക്കുറവിനും വഴങ്ങി ആർദ്ര തൻ്റെ കിടപ്പുമുറി പോലും മാറ്റിയിരുന്നു. അവളിപ്പോൾ മുകളിലെ ചെറിയൊരു അതിഥി മുറിയിലാണ് കിടക്കുന്നത്. വിശാൽ ലിവിംഗ് റൂമിനോട് ചേർന്നുള്ള മാസ്റ്റർ ബെഡ്റൂമിലും. ഒരു മേൽക്കൂരയ്ക്ക് കീഴെയായിട്ടും അവർ രണ്ട് അപരിചിതരെ പോലെയായി. നേരം പുലരുമ്പോൾ മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതുവരെ ആർദ്ര ആ വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെ പണിയെടുത്തു. സുമിത്രയുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴും അസുഖബാധിതനായ തൻ്റെ അച്ഛനെ ഓർത്ത് അവളെല്ലാം സഹിച്ചു. എന്നാൽ ആർദ്രയുടെ കണ്ണ് വെട്ടിച്ച് വിശാലും ഗായത്രിയും തമ്മിലുള്ള പ്രണയം മറ്റൊരു തലത്തിലേക്ക് വളരുകയായിരുന്നു. ഓഫീസിലും യാത്രകളിലും അവർ ഒരുമിച്ചായിരുന്നു. വിശാലിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഗായത്രിയായിരുന്നു. ആർദ്രയുടെ സ്ഥാനത്തേക്ക് ഗായത്രി പതുക്കെ പടർന്നു കയറി കഴിഞ്ഞിരുന്നു. ഒരു ഞായറാഴ്ച രാവിലെ ആർദ്ര അടുക്കളയിൽ സുമിത്രയ്ക്കുള്ള ചായ തയ്യാറാക്കുകയായിരുന്നു. ലിവിംഗ് റൂമിലെ സോഫയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു വിശാൽ. അപ്പോഴാണ് ഗായത്രി മുകളിലെ മുറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നത്. പെട്ടെന്ന് പടവുകൾ ഇറങ്ങുന്നതിനിടയിൽ ഗായത്രി ഒരു തലകറക്കത്തോടെ തളർന്നു വീണു. അവൾ ഭിത്തിയിൽ പിടിച്ച് നിലവിളിച്ചു, ജിജു, അമ്മേ. അത് കേട്ടതും വിശാൽ പത്രം എറിഞ്ഞ് അങ്ങോട്ട് ഓടി വന്നു. ഗായത്രി, എന്തുപറ്റി? അവൻ അവളെ താങ്ങി പിടിച്ച് സോഫയിലേക്ക് കിടത്തി. ബഹളം കേട്ട് അടുക്കളയിൽ നിന്നും ആർദ്രയും മുറിയിൽ നിന്ന് സുമിത്രയും ഓടിയെത്തി. ഗായത്രിയുടെ മുഖം വിളറി വെളുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് വല്ലാതെ ഓക്കാനം വരുന്നുണ്ടായിരുന്നു. എന്താ എന്താ മോളെ പറ്റിയത്? സുമിത്ര പരിഭ്രാന്തിയോടെ ചോദിച്ചു. എനിക്കറിയില്ലമ്മേ, രാവിലെ മുതൽ നല്ല തലകറക്കവും ഛർദ്ദിക്കാൻ വരുന്നതുപോലെ, ഗായത്രി ക്ഷീണത്തോടെ പറഞ്ഞു. പെട്ടെന്നാണ് സുമിത്രയുടെ മനസ്സിൽ ഒരു കാര്യം മിന്നിമറിഞ്ഞത്. ഒരു മുതിർന്ന സ്ത്രീ എന്ന നിലയിൽ ഗായത്രിയുടെ ലക്ഷണങ്ങൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. സുമിത്ര വിശാലിൻ്റെ മുഖത്തേക്ക് നോക്കി. വിശാലിൻ്റെ കണ്ണുകളിലും ഒരു തിരിച്ചറിവിൻ്റെ ഭയം പടർന്നു. വിശാൽ, നീ ഒട്ടും വൈകിക്കേണ്ട, മോളെയും കൂട്ടി ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകൂ, സുമിത്ര തിടുക്കത്തിൽ പറഞ്ഞു. ഞാനും വരാം. ആർദ്ര അനിയത്തിയുടെ അരികിലേക്ക് വരാനാഞ്ഞു. നീ ഇവിടെ നിന്നാൽ മതി, അവിടെ സഹായിക്കാൻ വിശാലുണ്ട്. നീ വന്ന് ആ വണ്ടിക്ക് ശാപം വെക്കേണ്ട. സുമിത്ര ആർദ്രയെ തള്ളി മാറ്റി. ആർദ്ര സങ്കടത്തോടെ ഉമ്മർത്ത് നോക്കി നിന്നു. വിശാൽ ഗായത്രിയും കൂട്ടി കാറിൽ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അമ്മയുടെ വാക്ക് കേൾക്കാതെ ആർദ്രയും കൂടെ പോയി. കയറി വന്നു. ഗായത്രിയുടെ കയ്യിൽ ഒരു മെഡിക്കൽ ഫയൽ ഉണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ഭയത്തേക്കാൾ വലിയൊരു വിജയഭാവമാണ് ഉണ്ടായിരുന്നത്. പിന്നാലെ വന്ന വിശാലിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവവും ഒപ്പം ഒരു സന്തോഷവും ഉണ്ടായിരുന്നു. സുമിത്ര ഓടിച്ചെന്ന് ചോദിച്ചു, എന്തായി വിശാൽ, ഡോക്ടർ എന്തു പറഞ്ഞു? വിശാൽ ഒന്നും പറയാതെ ആർദ്രയുടെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിൽ പണ്ടത്തെ സ്നേഹത്തിൻ്റെ ഒരു തരി പോലും അവശേഷിച്ചിരുന്നില്ല. ഗായത്രി പതുക്കെ സുമിത്രയുടെ അരികിലേക്ക് ചെന്ന് ആ ഫയൽ കൈമാറി. അമ്മേ, ഞാൻ പ്രഗ്നൻ്റാണ്. 2 മാസം കഴിഞ്ഞു. അത് കേട്ടതും സുമിത്ര സന്തോഷം കൊണ്ട് ഗായത്രിയെ കെട്ടിപ്പിടിച്ചു. എൻ്റെ ദൈവമേ, ഈ വീടിൻ്റെ വിളക്ക് കത്താൻ പോകുന്നു. എൻ്റെ വിശാലിന് ഒരു പിൻഗാമി ജനിക്കാൻ പോകുന്നു. സുമിത്ര ഇവരുടെ ബന്ധം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അവർ ഇവർക്ക് വളം വെച്ചു കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ വാക്കുകൾ കേട്ട ആർദ്രയ്ക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നത് പോലെയാണ് തോന്നിയത്. അവൾ തരിച്ചു നിന്നുപോയി. തൻ്റെ ഭർത്താവും സ്വന്തം അനിയത്തിയും തമ്മിൽ താൻ ചോര നീരാക്കി വളർത്തിയ അനിയത്തി തൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നു. ആർദ്ര നിറഞ്ഞ കണ്ണുകളോടെ വിശാലിൻ്റെ ഷർട്ടിൽ പിടിച്ചുലച്ചു. വിശാൽ, എന്തായി കേൾക്കുന്നത്? നിങ്ങൾ ഗായത്രിയും തമ്മി എന്നോട് ഈ ചതി ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? വിശാൽ ആർദ്രയുടെ കൈകൾ ക്രൂരമായി തട്ടിമാറ്റി. അതേടി, ഗായത്രിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോവുകയാണ്. നിനക്ക് തരാൻ കഴിയാത്തത് അവൾ എനിക്ക് തന്നു. ഇനിയെങ്കിലും നീ ഈ സത്യം മനസ്സിലാക്കണം. വിശാലിൻ്റെ വാക്കുകൾ ആർദ്രയുടെ ജീവനെ തന്നെ ഇല്ലാതാക്കുന്നത് പോലെയായിരുന്നു. ഹോസ്പിറ്റലിലെ ആ നീണ്ട ഇടനാഴിയിൽ ആർദ്ര തനിച്ചായിരുന്നു.
ഡോക്ടറുടെ റൂമിൽ നിന്നും ഗായത്രി ഗർഭിണിയാണെന്ന വാർത്ത കേട്ട ഞെട്ടലിൽ നിന്നും അവൾ ഇനിയും മുക്തയായിരുന്നില്ല. നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അവൾ ചുറ്റും നോക്കി. പക്ഷേ അവിടെ വിശാലോ ഗായത്രിയോ സുമിത്രയോ ഉണ്ടായിരുന്നില്ല. ആർദ്ര ഓടി ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തെത്തി. അപ്പോഴേക്കും വിശാലിൻ്റെ ഗേറ്റ് കാർ കടന്നുപോയിരുന്നു. ഒരു വാക്ക് പോലും തന്നോട് പറയാതെ തന്നെ അവിടെ വഴിയിൽ ഉപേക്ഷിച്ച് അവർ 3 പേരും ഒരുമിച്ച് പോയിരിക്കുന്നു. സ്വന്തം അനിയത്തിയും ഭർത്താവും ചേർന്ന് തന്നെ ചതിച്ചെന്ന സത്യം ആർദ്രയെ തളർത്തിക്കളഞ്ഞു. കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ആ വെയിലത്ത് അവൾ കിലോമീറ്ററുകളോളം നടന്നു. വഴിപോക്കർ പലരും അവളെ നോക്കി പിച്ചക്കാരോടെന്ന പോലെ മുഖം തിരിച്ചു. എങ്ങനെയൊക്കെയോ ജീവനറ്റ ഒരു ശരീരം പോലെ ആർദ്ര ആ ബംഗ്ലാവിൻ്റെ പടിക്കലെത്തി. തളർന്നു വീഴാറായ കാലുകളോടെ അവൾ പതുക്കെ ഉമ്മറത്തേക്ക് നടന്നു. അകത്തുനിന്ന് ചിരിയും ബഹളവും കേൾക്കാമായിരുന്നു. പൂമുഖത്തെ വലിയ വാതിൽ തുറന്നു തന്നെ കിടക്കുകയായിരുന്നു. അകത്തേക്ക് നോക്കിയ ആർദ്ര കണ്ട കാഴ്ച അവളുടെ കൺമുന്നിൽ ഇരുട്ട് കയറ്റുന്നതായിരുന്നു. ലിവിംഗ് റൂമിലെ ആഡംബര സോഫയിൽ ഗായത്രി ഒരു രാജ്ഞിയെപ്പോലെ ഇരിക്കുകയാണ്. അവളുടെ ഇരുവശത്തുമായി വിശാലും സുമിത്രയുണ്ട്. മോളെ ഗായത്രി, ഈ ജ്യൂസ് കുടിക്ക്. ഇനി നീ വീട്ടിൽ ഒരു പണിയും ചെയ്യണ്ട. എല്ലാം നോക്കാൻ ഇവിടെ ആളുകളുണ്ട്. സുമിത്ര അതീവ സ്നേഹത്തോടെ ഗായത്രിക്ക് ആപ്പിൾ ജ്യൂസ് എടുത്തു കൊടുക്കുകയായിരുന്നു. ഇതുവരെ തന്നോടൊരു നല്ല വാക്കുപോലും പറയാത്ത അമ്മായിയമ്മയാണ് തൻ്റെ അനിയത്തെ ഇങ്ങനെ തലയിൽ വെച്ച് കൊണ്ടാടുന്നത്. അതിനേക്കാൾ ആർദ്രയെ തകർത്തത് വിശാലിൻ്റെ ഭാവമായിരുന്നു. വിശാൽ ഗായത്രിയുടെ അരികിലിരുന്ന് അവളുടെ കൈകൾ കോർത്തു പിടിച്ചിട്ടുണ്ടായിരുന്നു. ഗായത്രി, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ പറ. ഞാൻ ഓഫീസിൽ പോകുന്ന വഴിക്ക് വാങ്ങിത്തരാം. നീ ഒന്നിനെ കുറച്ചും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. എൻ്റെ കുഞ്ഞിനെ നീ സുരക്ഷിതമായി നോക്കിയാൽ മാത്രം മതി. വിശാലിൻ്റെ വാക്കുകളിൽ ഒരു അച്ഛനാകാൻ പോകുന്നതിൻ്റെ വലിയ സന്തോഷമുണ്ടായിരുന്നു. ഗായത്രി അവരെ രണ്ടുപേരെയും നോക്കി അതീവ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. അവളുടെ ആ ചിരിയിൽ ആർദ്രയോടുള്ള വെല്ലുവിളിയായിരുന്നു. പെട്ടെന്നാണ് വാതിലിനരികിൽ തളർന്നു നിൽക്കുന്ന ആർദ്രയെ സുമിത്ര കണ്ടത്. അവരുടെ മുഖത്തെ പുഞ്ചിരി മാറി. വീണ്ടും ക്രോധം നിറഞ്ഞു. ഓഹ്, മാച്ചി വലിങ്ങേറി വന്നോ? നിന്നെ അവിടെ ഹോസ്പിറ്റലിൽ ഇട്ടിട്ടാണ് പോകുന്നത്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇനി ഈ വീട്ടിൽ നിനക്ക് എന്ത് സ്ഥാനമാണ് ഉള്ളത്? സുമിത്ര ആർദ്രയ്ക്ക് നേരെ തട്ടിക്കയറി. ആർദ്ര ഒന്നും മിണ്ടാതെ വിശാലിൻ്റെ മുഖത്തേക്ക് നോക്കി. വിളറി വെളുത്ത് താഴ്ന്നു നിൽക്കുന്ന തൻ്റെ ഭാര്യയുടെ അവസ്ഥ കണ്ടിട്ടും വിശാലിൻ്റെ കണ്ണുകളിൽ ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. അവൻ ഗായത്രിയുടെ കൈകളിൽ നിന്നും പിടിവിട്ടതുപോലുമില്ല. വിശാൽ, നിങ്ങൾക്കെങ്കിലും എന്നോട് ഇത് ചെയ്യാൻ എങ്ങനെ തോന്നി? ഇതാണോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതിന് എനിക്ക് തന്ന സമ്മാനം? ആർദ്രയുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. മതി ആർദ്ര, വിശാൽ കടുപ്പത്തിൽ പറഞ്ഞു. ഇനി ഈ വീട്ടിൽ കിടന്ന് സീനുണ്ടാക്കരുത്. ഗായത്രി ഇപ്പോൾ ഗർഭിണിയാണ്. അവൾക്ക് മനസ്സമാധാനം വേണം. എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ ഞാനത് സഹിക്കില്ല. നീ നിൻ്റെ മുറിയിലേക്ക് പൊയ്ക്കോ. താൻ ചോര നീരാക്കി പഠിപ്പിച്ച് വലിയ നിലയിലാക്കിയ അനിയത്തി തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ച് തന്നെ നോക്കി പരിഹസിച്ചു ചിരിക്കുമ്പോൾ ആർദ്രയ്ക്ക് ആ വീട്ടിൽ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവൾ തലകറങ്ങി ആ തറയിലേക്ക് വീഴാനഞ്ഞു. ആർദ്ര ആ വീട്ടിൽ ഇപ്പോൾ വെറുമൊരു നിഴൽ മാത്രമായിരുന്നു. വിശാൽ അവളോട് സംസാരിക്കാറേയില്ല. എന്നാൽ ആ വീട്ടിൽ ആർദ്രയുടെ സാന്നിധ്യം പോലും ഗായത്രിക്ക് ഇപ്പോൾ ഒരു ശല്യമായി തോന്നി തുടങ്ങി. അവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എന്നേക്കുമായി പുകച്ച് പുറത്ത് ചാടിക്കണമെന്ന് ഗായത്രി ഉറപ്പിച്ചു. അതിനായി ഒരു ദിവസം വൈകുന്നേരം അവൾ ക്രൂരമായൊരു ചതി പ്ലാൻ ചെയ്തു. വിശാലും സുമിത്രയും മുകളിലെ മുറിയിലായിരുന്ന സമയം ആർദ്ര ഹാളിലെ ജനാലയ്ക്കരികിൽ നിൽക്കുകയായിരുന്നു. അടുക്കളയിൽ നിന്നും വഴുക്കലുള്ള സോപ്പ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഗായത്രി അത് ലിവിംഗ് റൂമിലെ പടവുകൾക്ക് താഴെ ആരും കാണാതെ തറയിലൊഴിച്ചു. ഇതെല്ലാം കണ്ട് ആർദ്ര ഞെട്ടിപ്പോയി. ഗായത്രി, നീ എന്തായി കാണിക്കുന്നത്? അവിടെ സോപ്പ് വെള്ളം ഒഴിച്ചാൽ ആരെങ്കിലും വഴുതി വീഴില്ലേ? ഗായത്രി പതുക്കെ എഴുന്നേറ്റ് ആർദ്രയുടെ അരികിലേക്ക് വന്നു. അവളുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. വീഴും ചേച്ചി, പക്ഷേ വീഴുന്നത് ഞാനാണ്. എൻ്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിനെ അപായപ്പെടുത്താൻ നീ മനഃപൂർവ്വം അവിടെ സോപ്പ് വെള്ളം ഒഴിച്ചതാണെന്ന് ജിജുവോ അമ്മയും വിശ്വസിക്കും. ഗായത്രി, നിനക്ക് ഭ്രാന്തായോ? സ്വന്തം കുഞ്ഞിനെ വെച്ചാണോ നീ ഈ കളി കളിക്കുന്നത്? ആർദ്ര ഭയത്തോടെ ചോദിച്ചു. എനിക്ക് ജിജുവിനെ പൂർണ്ണമായി വേണം ചേച്ചി. അതിന് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. നീ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് വെറുപ്പാണ്. നോക്കിക്കോ, ഇന്നത്തോടെ നിന്നെ ഞാൻ ഈ പടിയിറക്കും. ഗായത്രി ആർദ്രയെ നോക്കി വെല്ലുവിളിച്ചു. ആർദ്ര തടയാൻ നോക്കുന്നതിനിടയിൽ ഗായത്രി പെട്ടെന്ന് ആ സോപ്പ് വെള്ളത്തിലേക്ക് വഴുതി വീഴുന്നത് പോലെ തറയിലേക്കിരുന്നു. എന്നിട്ട് വയറ്റിൽ കൈവച്ച് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അമ്മേ, ജിജു, എന്നെ രക്ഷിക്കണേ. ചേച്ചി എന്നെ തള്ളിയിട്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നേ. അത് കേട്ടത് മുകളിൽ നിന്ന് വിശാലും സുമിത്രയും പരിഭ്രാന്തിയോടെ ഓടി താഴേക്ക് വന്നു. തറയിൽ കിടന്ന് വേദന കൊണ്ട് പുളയുന്ന ഗായത്രിയെ കണ്ട് വിശാലിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഗായത്രി മോളെ, എന്തുപറ്റി? വിശാൽ അവളെ താങ്ങി പിടിച്ചു. ജിജു, ചേച്ചി ഇവിടെ സോപ്പ് വെള്ളം ഒഴിച്ച് എന്നെ മനഃപൂർവ്വം തള്ളിയിട്ടതാ, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ. ഗായത്രി കരഞ്ഞുകൊണ്ട് ആർദ്രയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. നീ മിണ്ടിപ്പോകരുത്.
വിശാൽ ഒരു ഭ്രാന്തനെ പോലെ ആർദ്രയ്ക്ക് നേർക്ക് പാഞ്ഞെടുത്തു. അവൻ ആർദ്രയുടെ കവിളിൽ ശക്തിയായി അടിച്ചു. അടിയേറ്റ ആർദ്ര സോഫയുടെ കോർണറിലേക്ക് തെറിച്ചു വീണു. അവളുടെ ചുണ്ട് പൊട്ടി ചോരയൊലിക്കാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കല്ലോടി രാക്ഷസി. നിനക്ക് കുട്ടികളില്ലാത്തതിൻ്റെ അസൂയ നീ എൻ്റെ ചോരയോടാണോ തീർക്കുന്നത്? വിശാലിൻ്റെ കണ്ണുകളിൽ കൊലവിളിയായിരുന്നു. വിശാൽ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവൾ സ്വന്തമായി ചെയ്തതാണ്. എന്നെ വെല്ലുവിളിച്ചിട്ടാണ് അവൾ അത് ചെയ്തത്. ആർദ്ര കരഞ്ഞുകൊണ്ട് വിശാലിൻ്റെ കാലിൽ പിടിച്ചു. എന്നാൽ സുമിത്ര അവളെ ചവിട്ടി മാറ്റി. ഇവളെ നീ ഈ വീട്ടിൽ നിർത്തരുത്. ഇവളെ ഈ വീട്ടിലെ കുഞ്ഞിനെയാണ് കൊല്ലാൻ നോക്കിയത്. ഇവളെ പോലീസിൽ ഏൽപ്പിക്കണം. കോലത്തി. വേണ്ടമ്മേ, പോലീസൊക്കെ കേസായാൽ നമ്മുടെ കുടുംബത്തിൻ്റെ മാനം പോകും. ഇവൾക്കുള്ള ശിക്ഷ ഞാൻ തന്നെ നൽകാം. വിശാൽ ദേഷ്യത്തോടെ ആർദ്രയുടെ കൈക്ക് പിടിച്ച് വലിച്ച് ഉമ്മറത്തേക്ക് നടന്നു. അവൻ ആർദ്രയെ മുറ്റത്തെ കല്ലുപാകിയ തറയിലേക്ക് ക്രൂരമായി തള്ളിവിട്ടു. പെട്ടെന്ന് പെയ്തു തുടങ്ങിയ മഴയിൽ ആർദ്ര നനഞ്ഞു കുതിർന്നു. ഇനി പടി കടന്ന് നീ അകത്തേക്ക് കയറിയാ ഞാൻ നിന്നെ കൊല്ലും. നിന്നെപ്പോലൊരു ക്രൂരയായ സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. വിശാൽ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കവറെടുത്ത് അവളുടെ മുഖത്തേക്ക് എറിഞ്ഞു. ഇത് ഡിവോഴ്സ് പേപ്പർ. ഇതിൽ ഒപ്പിട്ട് എനിക്ക് തന്നേക്കണം. എൻ്റെ ജീവിതത്തിൽ നിന്നും, എൻ്റെ ഗായത്രിയുടെ ജീവിതത്തിൽ നിന്നും നീ ഇറങ്ങിപ്പോകണം. വിശാൽ ആക്രോശിച്ചു. ആർദ്ര മഴയത്ത് കിടന്ന് പൊട്ടിക്കരഞ്ഞു. താൻ ജീവനായി സ്നേഹിച്ച ഭർത്താവും ചോര നീരാക്കി വളർത്തിയ അനിയത്തിയും ചേർന്ന് തന്നെ ഒരു കൊലപാതകിയാക്കി മുദ്രകുത്തി പുറത്താക്കിയിരിക്കുന്നു. അവൾ പതുക്കെ തലയുയർത്തി നോക്കി. ബംഗ്ലാവിൻ്റെ വലിയ ജനാലയിലൂടെ ഗായത്രി അവളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവളുടെ മുഖത്തിപ്പോൾ വേദനയുടെ ഭാവമില്ലായിരുന്നു. പകരം ആർദ്രയെ പൂർണ്ണമായി തോൽപ്പിച്ചതിൻ്റെ അഹങ്കാരം നിറഞ്ഞ ഒരു ചിരി മാത്രമായിരുന്നു. മഴ പെയ്തു തിമിർക്കുകയായിരുന്നു. എങ്ങോട്ട് നില്ലാതെ ഒരുപാട് ദൂരം നടന്ന് നഗരത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു വിജനമായ ബസ് സ്റ്റോപ്പിൻ്റെ തിണ്ണയിൽ ആർദ്ര തളർന്നിരുന്നു. തണുത്ത് വിറച്ചുകൊണ്ട് അവൾ ഇരുട്ടിലേക്ക് നോക്കി കരഞ്ഞു. അതേസമയം നഗരത്തിലെ ഒരു പ്രമുഖ നൈറ്റ് ക്ലബിലെ പാർട്ടിക്ക് പോകാനായി തൻ്റെ ആഡംബര ബെൻസ് കാറിൻ്റെ പിൻസീറ്റിലിരിക്കുകയായിരുന്നു നളിനി ദിവാകരൻ വർമ്മ. വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഒരേയൊരു അവകാശിയായ നളിനി. പാർട്ടിക്ക് അനുയോജ്യമായ അതീവ സുന്ദരിയായ ഒരു മോഡേൺ ഗൗൺ ധരിച്ചായിരുന്നു അവൾ വന്നത്. കാറിൻ്റെ ഗ്ലാസ്സിലൂടെ പുറത്തെ കറുത്തിരുണ്ട മഴയിലേക്ക് നോക്കിയ നളിനിയുടെ കണ്ണുകൾ പെട്ടെന്ന് ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ആ രൂപത്തിൽ ഉടക്കി നിന്നു. തണുത്തു വിറച്ച് തലമുടിയൊക്കെ മുഖത്തേക്ക് വീണ് കരയുന്ന ആ പെൺകുട്ടിയെ കണ്ടതും നളിനിയുടെ നെഞ്ചൊന്നും പിടഞ്ഞു. കാറിൻ്റെ ലൈറ്റ് വെളിച്ചത്തിൽ ആ മുഖം അവൾക്ക് വളരെ പരിചിതമായി തോന്നി. ഇത് അവൾ തന്നെയാണോ? എൻ്റെ ആർദ്ര. നളിനിയുടെ ഉള്ളിൽ കോളേജ് കാലത്തെ ഓർമ്മകൾ മിന്നിമറിഞ്ഞു. തൻ്റെ ഉറ്റ സുഹൃത്ത് ഈ അവസ്ഥയിൽ ഇവിടെ ഇരിക്കാൻ വഴിയില്ലല്ലോ എന്നൊരു സംശയവും അവളുടെ മനസ്സിൽ തോന്നി. അവൾക്ക് അത് ഉറപ്പിക്കണമായിരുന്നു. വണ്ടി നിർത്ത്, നളിനി ഡ്രൈവറോട് വിളിച്ചു പറഞ്ഞു. വണ്ടി പെട്ടെന്ന് ബ്രേക്കിട്ട് നിന്നു. താൻ പോകാനിരുന്ന പാർട്ടിയുടെ കാര്യം പോലും മറന്ന് കയ്യിൽ വലിയൊരു കുടയുമായി തൻ്റെ വില കൂടിയ ഗൗൺ അല്പം പൊക്കിപ്പിടിച്ച് നളിനി വേഗം കാറിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വന്നു. തൻ്റെ മേൽ വീണിരുന്ന മഴത്തുള്ളികൾ നിന്നതുപോലെ തോന്നിയപ്പോഴാണ് ആർദ്ര പതുക്കെ തലയുയർത്തി നോക്കിയത്. മുന്നിൽ അതീവ സുന്ദരിയായി ഒരു ഗൗണൊക്കെ ധരിച്ചു നിൽക്കുന്ന രൂപത്തെ കണ്ട് ആർദ്രയുടെ കണ്ണുകൾ വിടർന്നു. ആർദ്ര, നീ തന്നെയാണോ ഇത്? എൻ്റെ ദൈവമേ, നിനക്കിതെന്ത് പറ്റി? നളിനി കൂടെ താഴെയിട്ട് ആർദ്രയെ കെട്ടിപ്പിടിച്ചു. കോളേജിൽ തനിക്ക് വേണ്ടി എന്തിനും കൂടെ നിന്നിരുന്ന തൻ്റെ സ്വന്തം നളിനി. ആർദ്രയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ നളിനിയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. നളിനി അവളെ ചേർത്ത് പിടിച്ച് കാറിലേക്ക് ഇരുത്തി. പാർട്ടിയൊക്കെ ക്യാൻസൽ ചെയ്ത് അവൾ ഡ്രൈവറോട് വണ്ടി തൻ്റെ വലിയ തറവാട്ട് ബംഗ്ലാവിലേക്ക് വിടാൻ ആവശ്യപ്പെട്ടു. മഴ കനത്തു പെയ്യുന്ന ആ രാത്രിയിൽ ആഡംബര ബെൻസ് കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് ആർദ്ര തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുഭവിച്ച നരകം മുഴുവൻ നളിനിയോട് കരഞ്ഞു പറഞ്ഞു. താൻ ചോര നീരാക്കി വളർത്തിയ അനിയത്തി ഗായത്രി ചെയ്ത ചതിയും ഭർത്താവ് വിശാലിൻ്റെ ക്രൂരതയും ഒടുവിൽ തന്നെ ഒരു കൊലപാതകയാക്കി മുദ്രകുത്തി പുറത്താക്കിയതുമെല്ലാം കേട്ട് നളിനിയുടെ കൈകൾ ദേഷ്യം കൊണ്ട് ധരിച്ചു. എനിക്കിപ്പോൾ എങ്ങോട്ട് പോകേണ്ട നളിനി? ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊന്ന് സമാധാനമായി ശ്വാസം വിടുന്നത്. എനിക്കൊന്ന് സുഖമായി ഉറങ്ങണം. എൻ്റെ മനസ്സൊന്ന് റിലാക്സ് ചെയ്യണം, ആർദ്ര അങ്ങേയറ്റം തളർച്ചയോടെ പറഞ്ഞു. നളിനി ആർദ്രയുടെ മുഖത്തേക്ക് നോക്കി. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവളെന്ന് നളിനിക്ക് മനസ്സിലായി. നീ ഒന്നിനും പേടിക്കേണ്ടടി. നിന്റെ മനസ്സ് മാറ്റാൻ എനിക്കറിയാം. നമ്മളിന്ന് ആ പാർട്ടിക്ക് പോകുന്നു. നളിനി കാർ നേരെ നഗരത്തിലെ ഏറ്റവും ആഡംബരമേറിയ ആ നൈറ്റ് ക്ലബിലേക്ക് വിടാൻ ഡ്രൈവറോട് പറഞ്ഞു. നൈറ്റ് ക്ലബിലെ മങ്ങിയ വെളിച്ചവും പാശ്ചാത്യ സംഗീതവും ആർദ്രയ്ക്ക് തികച്ചും അപരിചിതമായിരുന്നു. നളിനി അവളെ ക്ലബിൻ്റെ ഒരു ശാന്തമായ കോർണറിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുത്തി. ആർദ്രയുടെ മനസ്സിലെ സങ്കടം മാറ്റാൻ നളിനി ഓർഡർ ചെയ്ത ഒരു പ്രീമിയം വൈനായിരുന്നു. ഇത് കുടിക്കുക ആർദ്ര, നിന്റെ ടെൻഷനൊക്കെ മാറും. നളിനി ഗ്ലാസ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ജീവിതത്തിൽ ഇന്നേ വരെ മദ്യത്തിൻ്റെ ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ലാത്ത ആർദ്ര ആ നിമിഷത്തിലെ മാനസിക തകർച്ചയിൽ ആ വൈൻ കുടിച്ചു തുടങ്ങി. മധുരവും ലഹരിയും കലർന്ന ആ പാനീയം അവളുടെ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലെ വേദനകൾക്ക് നേരിയൊരു ശമനം തോന്നിയതുപോലെ അവൾക്ക് തോന്നി.
സങ്കടം മറക്കാൻ അവൾ ഒരു കുപ്പി വൈൻ പൂർണ്ണമായും കുടിച്ചു തീർത്തു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈനിൻ്റെ കടുത്ത ലഹരി ആർദ്രയ്ക്ക് തലയ്ക്ക് പിടിച്ചു. അവൾക്ക് കൺപോളകൾ തുറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. ഇരിക്കുകയായിരുന്ന സോഫയിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കി അവൾക്ക് സ്വന്തമായി നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. ഇതേസമയം നളിനിയുടെ ഫോണിലേക്ക് അത്യാവശ്യമായി പോകേണ്ട ഒരു കോൾ വന്നു. ബിസിനസ് സംബന്ധമായി എന്തോ വലിയ അടിയന്തരമായ കാര്യത്തിനായി അവൾ ഉടൻ തന്നെ അവിടെ നിന്ന് പുറപ്പെടണമായിരുന്നു. ലഹരിയിൽ തളർന്നു കിടക്കുന്ന ആർദ്രയെ ഈ അവസ്ഥയിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ നളിനി നൈറ്റ് ക്ലബിനോട് ചേർന്നുള്ള ലക്ഷറി ഹോട്ടലിലെ ഒരു വെയിറ്ററെ അങ്ങോട്ട് വിളിച്ചു. ദേ, എൻ്റെ ഫ്രണ്ടിന് നല്ല സുഖമില്ല. അവൾക്ക് കിടക്കാൻ മുകളിലെ ഹോട്ടലിൽ ഇപ്പോൾ തന്നെ റൂം ബുക്ക് ചെയ്യണം. ഇതാ കാശ്. നളിനി വെയിറ്റർക്ക് പണം കൈമാറി. അവളെ വളരെ സുരക്ഷിതമായി റൂമിലെത്തിക്കണം. ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോവുകയാണ്. എല്ലാം കൃത്യമായി നോക്കിക്കൊള്ളണം. വെയിറ്ററോട് എല്ലാം ഏർപ്പാടാക്കിയ ശേഷം നളിനി തിടുക്കത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ലഹരിയുടെ കണ്ണീർ കയത്തിൽ നിൽക്കുന്ന ആർദ്ര പതുക്കെ ചുവടുകൾ വെച്ച് ഹോട്ടലിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് നടന്നു. വെയിറ്റർ തനിക്ക് നൽകിയ റൂം നമ്പർ കീ കാർഡ് അവളുടെ കയ്യിലുണ്ടായിരുന്നു. മദ്യത്തിൻ്റെ കനത്ത ലഹരിയിൽ അവളുടെ കണ്ണുകൾ മങ്ങുന്നുണ്ടായിരുന്നു. ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ചുമരുകളിൽ താങ്ങിപ്പിടിച്ചാണ് അവൾ മുന്നോട്ട് നീങ്ങിയത്. ഒടുവിൽ ഒരു റൂമിൻ്റെ മുന്നിലെത്തിയ അവൾ കയ്യിലെ കാർഡ് വെച്ച് ആ വാതിൽ തുറന്നു. ലഹരിയുടെ ആധിക്യത്തിൽ ആ റൂമിൻ്റെ നമ്പറും തൻ്റെ കയ്യിലെ കാർഡിലെ നമ്പറും തമ്മിൽ മാറിയ കാര്യം ആർദ്ര അറിഞ്ഞതേയില്ല. തുറന്നു കിടന്ന ആ റൂമിലേക്ക് അവൾ പതുക്കെ ചുവടുകൾ വെച്ചു. അകത്ത് അന്ധകാരമായിരുന്നു. റൂമിലെ വലിയ ബെഡിലേക്ക് അവൾ തളർച്ചയോടെ ചെന്നു വീണു. തൊട്ടടുത്ത നിമിഷം അവൾ അബോധാവസ്ഥയിലേക്ക് വീണുപോയി. എന്നാൽ ആ റൂമിൽ മറ്റൊരു പുരുഷൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇരുട്ടിൽ ബെഡിൻ്റെ മറുഭാഗത്ത് കിടന്നിരുന്ന ആ രൂപം പതുക്കെ കണ്ണു തുറന്നു. ആർദ്രയുടെ ശരീരത്തിൽ നിന്നുള്ള വൈനിൻ്റെ മണവും അവളുടെ ശ്വാസതാളവും ആ ഇരുട്ടിൽ അയാൾ തിരിച്ചറിയുകയായിരുന്നു. നളിനി തിടുക്കത്തിൽ നൈറ്റ് ക്ലബിൽ നിന്നും ഇറങ്ങിപ്പോയതിന് തൊട്ടു പിന്നാലെ ആർദ്രയെ താങ്ങിപ്പിടിച്ചിരുന്ന വെയിറ്ററുടെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ ലഹരിയിൽ തളർന്നു കിടന്ന ആർദ്രയെ നോക്കി പതുക്കെ തൻ്റെ ഫോണെടുത്തു. ഹലോ മാഡം, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നളിനി വർമ്മ ഇവിടെ നിന്ന് പോയി. ആർദ്ര ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണ്. ലഹരി തലയ്ക്ക് പിടിച്ച് അവൾക്ക് ബോധമില്ല. അവൻ വളരെ പതുക്കെ മന്ത്രിച്ചു. ഫോണിൻ്റെ മറുതലക്കിൽ നിന്നും കേട്ടത് ഗായത്രിയുടെ ക്രൂരമായ ചിരിയായിരുന്നു. വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടും ആർദ്ര സമാധാനത്തോടെ ജീവിക്കുന്നത് ഗായത്രിക്ക് സഹിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഈ നൈറ്റ് ക്ലബിൽ ജോലി ചെയ്യുന്ന തൻ്റെ പഴയൊരു സുഹൃത്തുമായി ചേർന്ന് അവൾ മുൻകൂട്ടി തന്നെ ഒരു വലിയ കെണി ഒരുക്കിയിരുന്നു. ആർദ്രയുടെ ജീവിതം പൂർണ്ണമായി തകർക്കാനുള്ള കെണി. നല്ലത്. നളിനി ഏൽപ്പിച്ച റൂമിലേക്ക് അവളെ കൊണ്ടുപോണ്ട. ഞാൻ പറഞ്ഞ പ്രത്യേക റൂമിലേക്ക് അവളെ മാറ്റി താമസിപ്പിക്കുക. നാളെ നേരം പുലരുമ്പോൾ ആർദ്രയുടെ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞ് ജിജുവിൻ്റെ മുന്നിൽ എനിക്ക് തെളിയിക്കണം. അതിനുള്ള ആളും ആ റൂമിലെത്തിയിട്ടുണ്ട്. ഗായത്രി ഫോണിലൂടെ നിർദ്ദേശം നൽകി. ശരി മാഡം. വെയിറ്റർ ഫോൺ പോക്കറ്റിലിട്ടു. അവൻ ആർദ്രയെ നളിനി ബുക്ക് ചെയ്ത റൂമിന് പകരം ഹോട്ടലിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഇരുണ്ടൊരു റൂമിലേക്ക് മനഃപൂർവ്വം കൂട്ടിക്കൊണ്ടുപോയി. റൂമിൻ്റെ വാതിൽ തുറന്ന് അവൻ ആർദ്രയെ അകത്തുള്ള വലിയ ബെഡിലേക്ക് കിടത്തി. കനത്ത ലഹരിയായിരുന്ന ആർദ്രയ്ക്ക് താൻ വലിയൊരു ചതിയിലാണ് വീണിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഉണ്ടായിരുന്നില്ല. അവൾ ബെഡിലേക്ക് വീണതും അബോധാവസ്ഥയിലേക്ക് മറിഞ്ഞു. വെയിറ്റർ പെട്ടെന്ന് റൂമിൻ്റെ വാതിൽ പുറത്തു നിന്നും പൂട്ടി. കാർഡ് കീ അവിടെ തന്നെ ഉപേക്ഷിച്ച് വേഗം സ്ഥലം വിട്ടു. അകത്ത് അന്ധകാരമായിരുന്നു. ജനലിലൂടെ പുറത്തെ കനത്ത മഴയുടെയും ഇടിമിന്നലിൻ്റെയും ശബ്ദം മാത്രം കേൾക്കാം. മിന്നൽ വെളിച്ചം ജനൽ പാളികളിലൂടെ അകത്തേക്ക് അടിച്ചപ്പോൾ ആ റൂമിലെ സോഫയിൽ ഒരു പുരുഷൻ ഇരിക്കുന്നത് കാണാമായിരുന്നു. കറുത്ത കോട്ടും സൂട്ടും ധരിച്ച അവൻ തൻ്റെ മുഖം പൂർണ്ണമായും ഒരു കറുത്ത മുഖംമൂടി കൊണ്ട് മറച്ചിട്ടുണ്ടായിരുന്നു. ഗായത്രി പറഞ്ഞതിനനുസരിച്ച് ആർദ്രയെ ചതിക്കാൻ വന്നവനായിരുന്നു അവൻ. അവൻ പതുക്കെ എഴുന്നേറ്റ് ബെഡിനരികിലേക്ക് നടന്നു വന്നു. ലഹരിയിൽ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആർദ്രയുടെ സുന്ദരമായ മുഖത്തേക്ക് അവൻ നോക്കി. അവളുടെ ശരീരത്തിൽ നിന്നും ഉയർന്നു വന്ന വൈനിൻ്റെ മണവും വിറയ്ക്കുന്ന ചുണ്ടുകളും ആ ഇരുട്ടിൽ അവൻ തിരിച്ചറിയുകയായിരുന്നു. അവൾ അണിഞ്ഞിരുന്ന ആർദ്രയുള്ള ഭാവം അവനിൽ എന്തോ ഒരു മാറ്റം ഉണ്ടാക്കുന്നത് പോലെ തോന്നി. അവൻ പതുക്കെ തൻ്റെ കൈകൾ അവളുടെ മുഖത്തേക്ക് നീട്ടി. ആ മുഖംമൂടിയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ആ കണ്ണുകളിൽ ഒരു ക്രൂരതയല്ല, പകരം വല്ലാത്തൊരു നിഗൂഢതയാണ് ഉണ്ടായിരുന്നത്. മുറിയിലെ കനത്ത ഇരുട്ടിലേക്ക് ഇടിമിന്നലിൻ്റെ വെളിച്ചം വീണ്ടും വീണ്ടും അടിച്ചു കയറി. ലഹരിയുടെ കനത്ത ആവരണത്തിനിടയിലും തൻ്റെ അരികിലേക്ക് ആരോ നടന്നു വരുന്നുണ്ടെന്ന് ആർദ്രയ്ക്ക് തോന്നി. അവൾ പതുക്കെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. അവളുടെ കൺമുന്നിൽ എല്ലാം മങ്ങി പാറിപ്പറന്നാണ് കാണുന്നത്. മുന്നിൽ നിൽക്കുന്ന ആ ഉയരമുള്ള രൂപത്തെ കണ്ടപ്പോൾ മദ്യത്തിൻ്റെ ലഹരിയിൽ അവളുടെ മനസ്സ് അവളെ ചതിച്ചു. തന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്ന പഴയ വിശാലാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾ തെറ്റിദ്ധരിച്ചു. തനിക്കേറ്റ മുറിവുകളും പടിയിറക്കി വിട്ട സങ്കടങ്ങളുമെല്ലാം മറന്ന് അവൾ ആ രൂപത്തിലേക്ക് കൈകൾ നീട്ടി. വിശാൽ, എന്നെ ഉപേക്ഷിച്ചു പോകരുതേ. ആർദ്ര വിറയ്ക്കുന്ന ശബ്ദത്തിൽ മന്ത്രിച്ചുകൊണ്ട് ആ അജ്ഞാതനെ വലിച്ചു മുറുക്കി കെട്ടിപ്പിടിച്ചു. തൻ്റെ നെഞ്ചിലേക്ക് വീണ ആർദ്രയുടെ പവിത്രമായ സ്പർശനത്തിൽ ആ മുഖംമൂടി ധരിച്ച മനുഷ്യൻ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. എന്നാൽ തൊട്ടടുത്ത നിമിഷം അവൾക്ക് എന്തോ ഒരു അപരിചിതത്വം തോന്നി.
ഈ ശരീരത്തിന് വിശാലിൻ്റെ ഗന്ധമല്ല. അവൾ പെട്ടെന്ന് ഭയത്തോടെ അവനിൽ നിന്നും പിന്തിരിഞ്ഞു മാറി. അവൾ പിന്തിരിഞ്ഞതും ഇരുട്ടിൽ ആ മുഖംമൂടി ധരിച്ച മനുഷ്യൻ പതുക്കെ ചിരിക്കാൻ തുടങ്ങി. വല്ലാത്തൊരു നിഗൂഢത നിറഞ്ഞ, ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പരുക്കൻ ചിരിയായിരുന്നു അത്. ആ ചിരി ആർദ്രയുടെ ഉള്ളിൽ ഭയം നിറച്ചു. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് മാറാൻ ശ്രമിച്ചെങ്കിലും വൈനിൻ്റെ ലഹരി അവളെ വീണ്ടും തളർത്തിക്കളഞ്ഞു. അവൾ അബോധാവസ്ഥയിലേക്ക് വീഴാൻ തുടങ്ങിയതും ആ മുഖംമൂടിക്കാരൻ അവളെ വീണ്ടും തൻ്റെ ശക്തമായ കൈകളിൽ താങ്ങിപ്പിടിച്ചു. ആർദ്ര പൂർണ്ണമായി ബോധം കെട്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ആ രാത്രിയുടെ ബാക്കിയാമങ്ങൾ ആ ഇരുണ്ട മുറിയിലെ നിഗൂഢതകളിൽ ഒളിച്ചു നിന്നു. പിറ്റേന്ന് പ്രഭാതം ജനൽപാളികൾക്കിടയിലൂടെ സൂര്യപ്രകാശം ആർദ്രയുടെ മുഖത്തേക്ക് അടിച്ചപ്പോഴാണ് അവൾക്ക് നേരിയ ബോധം വന്നത്. കടുത്ത തലവേദനയോടെ അവൾ പതുക്കെ കണ്ണു തുറന്നു. താൻ കിടക്കുന്നത് അപരിചിതമായ ഏതോ വലിയൊരു ഹോട്ടൽ മുറിയിലാണെന്ന് മനസ്സിലായതും അവൾ ഞെട്ടി എഴുന്നേറ്റിരുന്നു. പെട്ടെന്ന് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. നൈറ്റ് ക്ലബ്ബിൽ പോയതും വൈൻ കുടിച്ചതും റൂമിൽ വെച്ച് മുഖംമൂടി ധരിച്ച ഒരാളെ കണ്ടതുമെല്ലാം ഒരു സ്വപ്നം പോലെ അവളുടെ ഓർമ്മയിൽ മിന്നിമറഞ്ഞു. അവൾ വേഗം ചുറ്റും നോക്കി. ആ മുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. എന്നാൽ കട്ടിലിനരികിലെ സൈഡ് ടേബിളിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളവും തലവേദനയ്ക്കുള്ള ഗുളികളും വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം ഒരു ചെറിയ കുറിപ്പും ഉണ്ടായിരുന്നു. ആർദ്ര വിറയ്ക്കുന്ന കൈകളോടെ ആ കുറിപ്പെടുത്ത് വായിച്ചു. ഇന്നലെ രാത്രി നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചതിയിൽ നിന്നാണ് നീ രക്ഷപ്പെട്ടത്. നിന്നെ ചതിക്കാൻ നോക്കിയവർക്കുള്ള ശിക്ഷ ഞാൻ നൽകി കഴിഞ്ഞു. ഭയപ്പെടേണ്ട, നീ പൂർണ്ണ സുരക്ഷിതയാണ്. എം. ആർദ്ര ആ കുറിപ്പിലേക്ക് നോക്കി തരിച്ചു നിന്നുപോയി. ആരാണ് ഈ എം? ഇന്നലെ രാത്രി തന്നെ അപായപ്പെടുത്താൻ വന്നവനാണോ അതോ രക്ഷിച്ചവനാണോ? അയാൾ തനിക്കൊരാപത്ത് വരാതെ നോക്കിയ ആ അജ്ഞാതൻ ആരായിരിക്കും? അവൾ ഒരക്ഷരം പോലും മിണ്ടാനാകാതെ ആ കത്തിൽ തന്നെ നോക്കിയിരുന്നു. വാതിൽ തുറന്ന് നളിനി പരിഭ്രാന്തിയോടെ മുറിയിലേക്ക് ഓടിക്കയറി വന്നു. ആർദ്രയുടെ അവസ്ഥ കണ്ട് അവൾ വേഗം അരികിലേക്ക് ഇരുന്ന് കൈകളിൽ പിടിച്ചു. ആർദ്ര, നിനക്ക് റൂം മാറിപ്പോയതാണല്ലേ? ഞാൻ 304-ലും നീ 404-ലും. ഭാഗ്യം, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. നളിനി ആശ്വസിപ്പിച്ചു. ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും നളിനിയോട് പറയണ്ട എന്ന് ആർദ്ര നേരത്തെ തന്നെ തീരുമാനിച്ചു. കാരണം ഒരു അജ്ഞാതൻ മുറിയിൽ വന്ന കാര്യം അറിഞ്ഞാൽ നളിനി ഒരുപാട് വിഷമിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ലടി, ആർദ്ര നുണ പറഞ്ഞു. നിന്റെ കയ്യിലിപ്പോൾ ആവശ്യത്തിന് പൈസ ഉണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, നളിനി ചോദിച്ചു. ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട് നളിനി, നീ പേടിക്കണ്ട, ആർദ്ര പതുക്കെ മറുപടി നൽകി. പെട്ടെന്ന് നളിനിയുടെ ഫോൺ വീണ്ടും ബെല്ലടിച്ചു. അവൾ ഫോണിലേക്ക് നോക്കി നിരാശയോടെ എഴുന്നേറ്റു. ഡാ, ബിസിനസ്സിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വലിയ മീറ്റിംഗ് ഉണ്ട്. എനിക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോയേ പറ്റൂ. നീ ധൈര്യമായിരിക്കെ, ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞ് നളിനി തിടുക്കത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നളിനി പോയതിനു ശേഷമാണ് ആർദ്ര പതുക്കെ മുറിയിലെ കണ്ണാടിയുടെ മുന്നിലേക്ക് നടന്നത്. അവിടെ തൻ്റെ മുഖത്തേക്ക് നോക്കിയ അവൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവളുടെ കഴുത്തിൽ ചുവന്ന ഒരു സ്നേഹചുംബനത്തിൻ്റെ പാട് തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും ആർദ്രയുടെ നെഞ്ച് പടപടാ ഇടിച്ചു. ഇന്നലെ രാത്രി ആ മുഖംമൂടിക്കാരനുമായി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന വലിയൊരു തിരിച്ചറിവ് അവളിൽ ഭയമുണ്ടാക്കി. അപ്പോഴാണ് ടേബിളിലിരുന്ന അവളുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചത്. അതൊരു അജ്ഞാത നമ്പറായിരുന്നു. അവൾ കോൾ അറ്റൻഡ് ചെയ്ത് കാതോട് ചേർത്തു. ഗുഡ് മോർണിംഗ് ആർദ്ര. മറുതലയ്ക്കിൽ നിന്നും മിസ്റ്റർ എമ്മിൻ്റെ പരുക്കൻ കാന്തിക ശബ്ദം വീണ്ടും കേട്ടു. ഇന്നലെ രാത്രി നീ എനിക്ക് തന്ന നല്ലൊരു രാത്രിയുടെ കൂലിയായി 5 ലക്ഷം രൂപയുടെ ചെക്കും എൻ്റെ ക്രെഡിറ്റ് കാർഡും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. നിനക്കത് ഉപയോഗിക്കാം. തൻ്റെ ശരീരത്തിന് വിലയിട്ട മിസ്റ്റർ എമ്മിൻ്റെ വാക്കുകൾ കേട്ടതും ആർദ്രയുടെ ഉള്ളിൽ ആത്മാഭിമാനം തിളച്ചു മറിഞ്ഞു. ടേബിളിലിരുന്ന ആ കാർഡും ചെക്കും അവൾ അതീവ പുച്ഛത്തോടെ നോക്കി. അവൾ ഫോണിലൂടെ കടുത്ത ദേഷ്യത്തോടെ ആക്രോശിച്ചു. നിർത്തൂ, നിങ്ങളുടെ ഈ 5 ലക്ഷം രൂപ എനിക്ക് വേണ്ട. എന്നെ എന്താ ഇയാൾ വിചാരിച്ചേ? പണത്തിന് വേണ്ടി ശരീരം വിൽക്കുന്ന അങ്ങനെ ഒരു സ്ത്രീ അല്ല ഞാൻ. എൻ്റെ ഗതികേട് കൊണ്ട് മാത്രം ഈ റൂമിൽ എത്തിച്ചേർന്നതാണ്. ഇനി എന്നെ വിളിച്ചു പോകരുത്. എന്നാൽ ആർദ്രയുടെ ഷൗട്ട് കേട്ടിട്ടും മിസ്റ്റർ എം ഒട്ടും ദേഷ്യപ്പെട്ടില്ല. അവൻ പതുക്കെ ഒന്ന് ചിരിച്ചു. ആവേശം കൊള്ളണ്ട ആർദ്ര, എൻ്റെ ഈ സഹായം നിനക്ക് വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമായി വരും, നോക്കിക്കോ. അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തു. അവൻ ഫോൺ കട്ട് ചെയ്ത് മിനിറ്റുകൾക്കകം ആർദ്രയുടെ ഫോണിലേക്ക് അടുത്ത കോൾ വന്നു. അത് നാട്ടിലെ ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. ഹലോ, ആർദ്രയല്ലേ? അച്ഛന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു. അവസ്ഥ വളരെ ഗുരുതരമാണ്. ഇപ്പോൾ തന്നെ ഒരു അടിയന്തര ഓപ്പറേഷൻ ചെയ്യണം. അതിനായി അടിയന്തരമായി 2 ലക്ഷം രൂപ കെട്ടിവെക്കണം. വേഗം വരൂ. അത് കേട്ടതും ആർദ്രയുടെ തലയിൽ ഇടുത്തി വെട്ടിയതുപോലെയായി. അവളുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലായിരുന്നു. ഗതികെട്ട് അവൾ കരഞ്ഞുകൊണ്ട് ആദ്യം വിളിച്ചത് തൻ്റെ മുൻ ഭർത്താവ് വിശാലിനെയാണ്. ഫോൺ എടുത്തത് വിശാലല്ല, പകരം അനിയത്തി ഗായത്രിയായിരുന്നു. ആർദ്ര കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞതും ഫോണിൻ്റെ മറുതലക്കിൽ നിന്നും ഗായത്രിയുടെയും വിശാലിൻ്റെയും ക്രൂരമായ പരിഹാസ ചിരിയാണ് കേട്ടത്. ഹ ഹ ഹ, അപ്പോൾ പുതിയ നാടകവുമായി ഇറങ്ങിയിരിക്കുകയാണല്ലേടി മോച്ചി, വിശാൽ ഫോണിലൂടെ ആക്രോശിച്ചു.
നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും ഈ കള്ള നാടകമൊന്നും ഇനി ഇവിടെ വിലപ്പോവില്ല. ഞങ്ങളിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ നോക്കണ്ട. പോയി ചത്തൂടെ നിനക്ക്. അവർ ഫോൺ കട്ട് ചെയ്തു. ആർദ്ര തകർന്നു പോയി. സ്വന്തം അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ അവളുടെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. മിസ്റ്റർ എം പറഞ്ഞ ആ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. എൻ്റെ ഈ സഹായം നിനക്ക് ആവശ്യമായി വരും. മറ്റൊരു വഴിയുമില്ലാതെ ആത്മാഭിമാനം പണയം വെക്കേണ്ടി വന്ന സങ്കടത്തോടെ ആർദ്ര ആ ടേബിളിലിരുന്ന മിസ്റ്റർ എമ്മിൻ്റെ ക്രെഡിറ്റ് കാർഡും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി. ഹോസ്പിറ്റലിലെത്തിയ അവൾ നേരെ ക്യാഷ് കൗണ്ടറിൽ ചെന്ന് ആ മിസ്റ്റർ എമ്മിൻ്റെ കാർഡ് കൊടുത്ത് അച്ഛൻ്റെ ഓപ്പറേഷനുള്ള തുക അടച്ചു. അങ്ങനെ അച്ഛനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. ആർദ്ര പ്രാർത്ഥനയോടെ തിയേറ്ററിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വിശാലും ഗായത്രിയും വരുന്നത്. പണം ചോദിച്ചപ്പോൾ കളിയാക്കിയവർ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഗായത്രി ഒരു കള്ളച്ചിരിയോടെ ആർദ്രയുടെ അരികിലേക്ക് നടന്നു വന്നു. എന്താടി, പണം ചോദിച്ചിട്ട് തന്നില്ലെന്ന് പറഞ്ഞ് നീ ഇവിടെ വന്നിരുന്ന് കരയുകയാണോ? നിന്റെ അച്ഛൻ ഇപ്പോൾ ചാകും എന്ന് വിചാരിച്ചാണോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്? എന്നാൽ ആർദ്ര അവരെ നോക്കി പതുക്കെ എഴുന്നേറ്റ് നിന്നു. അവളുടെ കയ്യിൽ മിസ്റ്റർ എമ്മിൻ്റെ ആ തിളങ്ങുന്ന ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. അവരെ ഞെട്ടിച്ചുകൊണ്ട് ആർദ്ര തൻ്റെ അടുത്തോടെ സംസാരിക്കാൻ തുടങ്ങി. തങ്ങളെ പരിഹസിക്കാൻ വന്ന വിശാലിൻ്റെയും ഗായത്രിയുടെയും മുഖത്തേക്ക് ആർദ്ര തൻ്റെ കയ്യിലിരുന്ന ആ ക്രെഡിറ്റ് കാർഡ് ഉയർത്തി കാണിച്ചു. അവളുടെ കണ്ണുകളിൽ സങ്കടത്തേക്കാൾ വലിയൊരു ദേഷ്യവും തൻ്റെയിടവും ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആരുടെയും സഹായമില്ലാതെ എനിക്ക് എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ കഴിഞ്ഞു. ആർദ്രയുടെ ശബ്ദം ഹോസ്പിറ്റലിൻ്റെ ആ ഇടനാഴിയിൽ മുഴങ്ങി. നിങ്ങൾ വിചാരിച്ചോ പണമില്ലാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് വീണ്ടും ഭിക്ഷ യാചിക്കുമെന്ന്? ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിങ്ങളൊരു കാര്യത്തിന് വിളിക്കില്ല. നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ഇവിടുന്ന് പോകാം. അത്രയും തരം താണ മനുഷ്യരല്ല ഞങ്ങൾ. ആർദ്രയുടെ കയ്യിലെ വലിയ ലക്ഷറി ക്രെഡിറ്റ് കാർഡും അവളുടെ ഭാവവും കണ്ട് വിശാലും ഗായത്രിയും ഒരു നിമിഷം ഞെട്ടിപ്പോയി. എവിടെ നിന്നാണ് ഇവൾക്ക് ഇത്രയും പണം കിട്ടിയത് എന്ന് അവർക്ക് മനസ്സിലായില്ല. അപ്പോഴേക്ക് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ലൈറ്റ് അണഞ്ഞു. ഡോക്ടർ പുറത്തേക്ക് വന്നു. ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിരുന്നു. പേഷ്യൻറ്റിന് ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട്. ഐസിയുവിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 2 മിനിറ്റ് കാണാം. അത് കേട്ടതും ആർദ്രയും പുറകെ വിശാലും ഗായത്രിയും കൂടി അച്ഛൻ കിടക്കുന്ന റൂമിലേക്ക് ചെന്നു. ബെഡിൽ ക്ഷീണിതനായി കിടക്കുന്ന അച്ഛനെ കണ്ടതും ആർദ്ര ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ചു. അച്ഛൻ പതുക്കെ കണ്ണു തുറന്നു. മകളെയും മരുമകനെയും ഇളയ മകളെയും ഒരുമിച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വല്ലാത്തൊരു സെൻറ്റിമെൻ്റൽ അന്തരീക്ഷമായിരുന്നു അവിടെ. അച്ഛൻ വിഷമത്തോടെ വിശാലിൻ്റെ കൈകളിൽ പിടിച്ചു. മോനെ വിശാൽ, എൻ്റെ മോളെ നീ നന്നായി നോക്കണം. എനിക്ക് ഈ ലോകത്ത് ഇനി അധികം നാളുകളില്ല. എൻ്റെ ഗായത്രി മോൾക്കും ഇനി ഒരു നല്ല ജീവിതം വേണം. അവളുടെ ഭാവി കാര്യങ്ങളൊക്കെ നീയും ആർദ്രയും കൂടി വേണം നോക്കാൻ. അച്ഛന് തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം വിശാലിനെ ഇപ്പോഴും നല്ലൊരു മരുമകനായിട്ടാണ് കാണുന്നത്. തുടർന്ന് അച്ഛൻ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുകൊണ്ട് ആർദ്രയുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ 2 പേരുടെയും, ആർദ്രയുടെയും വിശാലിൻ്റെയും ഒരു കുഞ്ഞിനെ കണ്ടിട്ട് വേണം മരിക്കാൻ. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതാണ്. അത് കേട്ടതും ഗായത്രിയുടെ മുഖം ദേഷ്യം കൊണ്ട് കറുത്തു. അച്ഛനെ വേദനിപ്പിക്കാൻ എന്നോണം അവൾ പെട്ടെന്ന് മുന്നോട്ട് വന്ന് പറയാൻ തുടങ്ങി. അച്ഛാ, അച്ഛൻ എന്താ ഈ പറയുന്നത്? ഗായത്രി അത് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് അച്ഛൻ്റെ പിറകിൽ നിന്നിരുന്ന ആർദ്ര നെഞ്ചു പൊട്ടുന്ന വേദനയോടെ ഗായത്രിയെ നോക്കി കൈകൂപ്പി യാചിച്ചു. യാചിക്കുന്ന ആംഗ്യം കാണിച്ചു. അച്ഛനോട് ഇത് പറയല്ലേ, അച്ഛന് ഇത് താങ്ങില്ല, പ്ലീസ് എന്ന് ആർദ്ര കണ്ണ് കാണിച്ച് അപേക്ഷിക്കുന്നത് അച്ഛൻ കണ്ടില്ല. ചേച്ചിയുടെ ആ തകർച്ച കണ്ട് ഗായത്രിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അവൾ ബാക്കി പറയാതെ പകുതിക്ക് വെച്ച് നിർത്തി. അച്ഛന് വല്ലാതെ ക്ഷീണം തോന്നിയതുകൊണ്ട് അദ്ദേഹം പതുക്കെ കണ്ണുകൾ അടച്ചു. ആർദ്ര പതുക്കെ ഗായത്രിയുടെ അരികിലേക്ക് ചെന്നു. ഗായത്രി, അച്ഛന് കൊടുക്കാനുള്ള മരുന്ന് ഫാർമസിയിൽ നിന്നും വാങ്ങാൻ അവർ പറഞ്ഞിട്ടുണ്ട്. നീ പോയി അത് വാങ്ങി വരാമോ? ആർദ്ര ചോദിച്ചു. ആ ശരി, ഞാൻ പോവാം. പക്ഷേ ജിജു ഇവിടെ നിൽക്കട്ടെ, ഗായത്രി ഒരു അഹങ്കാരത്തോടെ പറഞ്ഞു. ഗായത്രി മരുന്ന് വാങ്ങാനായി പുറത്തേക്ക് ഇറങ്ങി. അച്ഛൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ആർദ്ര വിശാലിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് വിശാലുമായി ചില കാര്യങ്ങൾ തനിച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അവൾ വിശാലിനോട് സംസാരിക്കാനായി റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അച്ഛൻ്റെ മുറിക്ക് പുറത്തിറങ്ങിയ വിശാലിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യവും അഹങ്കാരവുമായിരുന്നു. അവൻ ആർദ്രയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് തോളിൽ തട്ടി സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് എത്രയും വേഗം ഡിവോഴ്സ് വേണം ആർദ്ര. അത് നീ എത്രയും വേഗം തന്നേ പറ്റൂ. എനിക്കെൻ്റെ ഗായത്രിയുടെയും അവളുടെ വയറ്റിൽ വളരുന്ന എൻ്റെ കുഞ്ഞിൻ്റെയും കൂടെ പുതിയൊരു ജീവിതം തുടങ്ങണം. ഇനിയും നീ എൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സമായി നിൽക്കരുത്, വിശാൽ തികഞ്ഞ സ്വാർത്ഥതയോടെ ആവശ്യപ്പെട്ടു. വിശാലിൻ്റെ വാക്കുകൾ കേട്ടതും ആർദ്രയുടെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. എനിക്കും ഈ ഡിവോഴ്സ് അത്രയും അത്യാവശ്യമാണ് വിശാൽ, ആർദ്ര തൻ്റെ അടുത്തോടെ പറഞ്ഞു. നിങ്ങളെപ്പോലൊരു മൃഗത്തിൻ്റെ കൂടെ സ്വന്തം ഭാര്യയെ ചതിച്ച് അനിയത്തിയെ വശത്താക്കിയ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങളിൽ നിന്നും എത്രയും വേഗം മോചനം കിട്ടാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആർദ്രയുടെ ഈ തൻ്റെയിടം കണ്ടപ്പോൾ വിശാലിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അസൂയയും ദേഷ്യവും ഇരച്ചു കയറി. അവൻ പല്ലിറുമ്മിക്കൊണ്ട് അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നു. ഡിവോഴ്സ് തരാൻ നിനക്ക് ഇത്രയും ധൈര്യമോ?
ചോദിച്ചപ്പോൾ ഒരു പൈസ തരാനില്ലാതിരുന്ന നിനക്ക് ഒരു രാത്രി കൊണ്ട് ഇത്രയും പണം എങ്ങനെയുണ്ടായി? വർമ്മ ഗ്രൂപ്പിൻ്റെ ലക്ഷറി ക്രെഡിറ്റ് കാർഡാണല്ലോ നിന്റെ കയ്യിൽ. നീ അത്രയ്ക്ക് ചീത്ത പെണ്ണാണല്ലേടി? അവൻ ആർദ്രയെ അതീവ ക്രൂരമായി അധിക്ഷേപിച്ച് സംസാരിച്ചു. അവൻ ആക്രോശിക്കുന്നതിനിടയിലാണ് ആർദ്രയുടെ കഴുത്തിലെ ആ ചുവന്ന അടയാളം വിശാലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കണ്ടതും അവൻ്റെ ഉള്ളിലെ ഭർത്താവ് ഉണർന്നു. അവൻ പെട്ടെന്ന് മുന്നോട്ടാഞ്ഞ് ആർദ്രയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചു. എന്താടി ഇത്? ആരോടൊപ്പമായിരുന്നു നീ ഇന്നലെ രാത്രി കഴിഞ്ഞത്? ഒരു രാത്രി കൊണ്ട് ഇത്രയും ലക്ഷങ്ങൾ നിനക്ക് തന്ന ആ തന്തയില്ലാത്തവൻ ആരാണ്? എനിക്കത് ഇപ്പോൾ അറിഞ്ഞേ പറ്റൂ. വിശാൽ ഒരു ഭ്രാന്തനെ പോലെ ചോദിച്ചു. കൈ മാറ്റടോ. ആർദ്ര വിശാലിൻ്റെ കൈകൾ ശക്തിയായി തട്ടിമാറ്റി. അവളുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരികൾ ചിതറുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി ആരോടൊപ്പം കഴിഞ്ഞുവെന്ന് അറിയാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഒരു ഭാര്യ നിലവിലുണ്ടായിരുന്നിട്ട് അവളുടെ സ്വന്തം അനിയത്തിയുമായി കിടപ്പറ പങ്കിട്ട നിനക്ക് എന്നോടിത് ചോദിക്കാൻ എന്ത് അർഹതയാണുള്ളത്? സ്വന്തം സ്വഭാവം മോശമായ നിനക്ക് എന്നെ ചോദ്യം ചെയ്യാൻ എന്ത് യോഗ്യതയാണുള്ളത്? ആർദ്രയുടെ ശബ്ദം ദേഷ്യം കൊണ്ട് വിറച്ചു. അവർ തമ്മിൽ ഹോസ്പിറ്റലിൻ്റെ ആ ഇടനാഴിയിൽ വെച്ച് ഭയങ്കരമായ ബഹളമുണ്ടാക്കി. ആളുകൾ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നിർത്തു വിശാൽ. ആർദ്ര അവന് നേരെ വിരൽ ചൂണ്ടി താക്കീത് ചെയ്തു. ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ കിടന്ന് എന്നെ ഉപദ്രവിക്കാൻ നോക്കണ്ട. ഉച്ചത്തിൽ സംസാരിച്ച് ഇവിടുത്തെ അന്തരീക്ഷം മോശമാക്കാൻ പാടില്ല. ആർക്കെങ്കിലും പരാതി ഉണ്ടായാൽ ഞാൻ പോലീസിനെ വിളിക്കും. ആർദ്രയുടെ ആ വാക്കുകൾക്ക് മുന്നിൽ വിശാലിനെ പിന്തിരിയേണ്ടി വന്നു. അവൻ ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് ആർദ്രയെ നോക്കി. ശരി, ഇനി ഒരു നിമിഷം പോലും എനിക്ക് നിൻ്റെ മുഖം കാണണ്ട. ഉടൻ തന്നെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. ആർദ്ര ദീർഘമായി ശ്വാസമെടുത്തു. വിശാലിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ ആശ്വാസമുണ്ടെങ്കിലും തൻ്റെ കഴുത്തിലെ ആ അടയാളവും മിസ്റ്റർ എമ്മിൻ്റെ സാന്നിധ്യവും അവളുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നതെന്നോർത്ത് അവൾ ആശങ്കയോടെ അവിടെ നിന്നു. വിശാലുമായുള്ള ആ കടുത്ത തർക്കത്തിന് ശേഷം ആർദ്ര പതുക്കെ ദേഷ്യവും സങ്കടവും അടക്കിപ്പിടിച്ച് അച്ഛൻ കിടക്കുന്ന മുറിയിലേക്ക് തിരിച്ചെത്തി. ബെഡിനരികിൽ ചെന്നപ്പോൾ ഗായത്രി അവിടെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ പതുക്കെ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു. അച്ഛാ, ഗായത്രി മരുന്നുമായി വന്നില്ലേ? ആർദ്ര പതുക്കെ തിരക്കി. ഇല്ല മോളെ, അവൾ മരുന്ന് വാങ്ങാൻ പോയതാ, ഇതുവരെ തിരിച്ചു വന്നില്ല. അച്ഛൻ വളരെ ക്ഷീണത്തോടെ മറുപടി പറഞ്ഞു. വിശാലിൻ്റെ കൂടെ അവൾ എങ്ങോട്ടോ പോയതാണെന്ന് ആർദ്രയ്ക്ക് മനസ്സിലായി. അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ മരുന്നാണ്. ഇനിയും വൈകിയാൽ അപകടമാണെന്ന് മനസ്സിലാക്കിയ ആർദ്ര അച്ഛനെ ആശ്വസിപ്പിച്ചു. സാരില്ല അച്ഛാ, ഞാൻ പോയി മരുന്ന് വാങ്ങി വരാം. അവൾ വേഗം റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഹോസ്പിറ്റലിന് താഴെയുള്ള വലിയ മെഡിക്കൽ സ്റ്റോറിലേക്ക് നടന്നു. മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരന് ഡോക്ടറുടെ കുറിപ്പടി നൽകി അവൾ കാത്തുനിന്നു. വലിയൊരു കവറിൽ മരുന്നുകളെല്ലാം എടുത്തു വെച്ച ശേഷം അയാൾ ബില്ലിൻ്റെ തുക കമ്പ്യൂട്ടറിൽ നോക്കി പറഞ്ഞു. മേഡം, ആകെ 24,000 രൂപയ്ക്ക് പുറത്തു വരുന്നുണ്ട്. അത് കേട്ടതും ആർദ്രയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. തൻ്റെ കയ്യിൽ അത്രയും വലിയൊരു തുകയില്ല. വീണ്ടും ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ. വേറെ ഒരു വഴിയുമില്ലാതെ വല്ലാത്തൊരു സങ്കടത്തോടെയും അന്യതാബോധത്തോടെയും അവൾ തൻ്റെ ബാഗിൽ നിന്നും മിസ്റ്റർ എമ്മിൻ്റെ ആ ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ് വീണ്ടും പുറത്തെടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ അത് കൗണ്ടറിലേക്ക് നീട്ടി. കാർഡ് സ്വൈപ്പ് ചെയ്ത് ബില്ലടച്ചു. തീർത്തതും ആർദ്രയുടെ ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. സ്ക്രീനിൽ അതേ അജ്ഞാത നമ്പർ മിസ്റ്റർ എം ആണ്. അവൾ പതുക്കെ ഫോൺ കാതോട് ചേർത്തു. ഹലോ. എന്താ ആർദ്ര? ഫോണിൻ്റെ മറുതലക്കിൽ നിന്നും മിസ്റ്റർ എമ്മിൻ്റെ ആ പരുക്കൻ കാന്തിക ശബ്ദം കേട്ടു. അതിൽ നേരിയൊരു പരിഹാസവും ഗാംഭീര്യവും ഉണ്ടായിരുന്നു. എൻ്റെ പണം നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് കുറച്ചു മുമ്പ് എന്നോട് വലിയ തട്ടിക്കയറലായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ എന്തുകൊണ്ടാണ് നീ വീണ്ടും എൻ്റെ കാശെടുത്ത് ഉപയോഗിക്കുന്നത്? മിസ്റ്റർ എമ്മിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ആർദ്രയ്ക്ക് മറുപടിയില്ലായിരുന്നു. തൻ്റെ ഗതികേടോർത്ത് അവളുടെ കണ്ണുകൾ നിറങ്ങി തുളുമ്പി. എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നോട് ക്ഷമിക്കണം. എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് മന്ത്രിച്ചു. ഹേയ്, സാരമില്ല, മിസ്റ്റർ എം ശാന്തനായി പറഞ്ഞു. പക്ഷേ ഈ പണത്തിന് പകരമായി ഇന്ന് എനിക്ക് നിന്നെ കാണണം. ആർദ്ര, ഇന്ന് രാത്രി നീ ഉണ്ടായിരുന്ന ആ ഹോട്ടൽ റൂമിൽ 404 നമ്പർ റൂം. ഞാൻ ഇപ്പോൾ നിനക്കായി വെയിറ്റ് ചെയ്യുന്നത്. കൃത്യസമയത്ത് നീ അവിടെ എത്തിയിരിക്കണം. അത്രയും പറഞ്ഞ് മിസ്റ്റർ എം ഫോൺ കട്ട് ചെയ്തു. ആർദ്രയുടെ കൈകൾ വിറച്ചു. മരുന്ന് കവറുമായി നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് അശാന്തമായിരുന്നു. അച്ഛൻ്റെ മരുന്ന് റൂമിൽ എത്തിക്കേണ്ടതുണ്ട്. എന്നാൽ തന്നെ സഹായിച്ച അതേ സമയം തൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ അജ്ഞാതൻ ഹോട്ടൽ മുറിയിൽ കാത്തിരിക്കുകയാണ്. അയാൾക്ക് മുന്നിലേക്ക് വീണ് ചെല്ലുക എന്നാൽ വലിയൊരു അപകടത്തിലേക്ക് നടന്നു കയറുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. എങ്കിലും തൻ്റെ അച്ഛൻ്റെ ജീവന് വില നൽകിയ ആ മനുഷ്യനെ കാണാതിരിക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. മരുന്ന് അച്ഛൻ്റെ റൂമിൽ കൊണ്ടുപോയി കൊടുത്ത് അച്ഛൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ആർദ്ര കനത്ത ഹൃദയത്തോടെ ആ ഹോട്ടലിലേക്ക് തിരിച്ചു നടന്നു. 404 നമ്പർ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് അതിൻ്റെ പരമാവധിയിൽ എത്തിയിരുന്നു. അവൾ പതുക്കെ കൈകൾ നീട്ടി ആ വാതിൽ മുട്ടി. ആർദ്ര പതുക്കെ 404 നമ്പർ റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. മുറിയിൽ നേരിയ വെളിച്ചം മാത്രമാണ് ഉണ്ടായിരുന്നത്. ജനാലയ്ക്കരികിൽ പുറത്തേക്ക് നോക്കി
അതേ കറുത്ത കോട്ടും സ്യൂട്ടും ധരിച്ച് കറുത്ത മുഖംമൂടി കൊണ്ട് മറച്ച് മിസ്റ്റർ എം നിൽപ്പുണ്ടായിരുന്നു. അവൾ അകത്തേക്ക് വന്നു. ശബ്ദം കേട്ടിട്ടും അയാൾ തിരിഞ്ഞു നോക്കിയില്ല. താൻ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ആരാണ് താൻ? ആർദ്ര ഭയത്തോടെയും അതേസമയം ദേഷ്യത്തോടെയും ചോദിച്ചു. അയാൾ പതുക്കെ അവൾക്ക് നേരെ തിരിഞ്ഞു. ആ മുഖംമൂടിയുടെ പിന്നിലെ നിഗൂഢമായ കണ്ണുകൾ അവളെ തന്നെ നോക്കി. ശാന്തയാകൂ, ആർദ്ര ദിവാകരൻ നായർ. അയാൾ വളരെ പതുക്കെ അവളുടെ മുഴുവൻ പേരും വിളിച്ചു. തൻ്റെ മുഴുവൻ പേരും ആ അജ്ഞാതൻ്റെ നാവിൽ നിന്ന് കേട്ടതും ആർദ്ര അത്ഭുതത്തോടെയും ഭയത്തോടെയും ഒരു ചുവട് പിന്നോട്ട് വെച്ചു. തനിക്ക് എങ്ങനെ എൻ്റെ പേരറിയാം? അയാൾ പതുക്കെ ഒരു പരുക്കൻ ചിരിയോടെ അവളിലേക്ക് അടുത്തു വന്നു. നിന്റെ പേര് മാത്രമല്ല ആർദ്ര, നിന്റെ ഫുൾ ഹിസ്റ്ററിയും എനിക്ക് കാണാപാഠമാണ്. നിന്റെ അച്ഛൻ്റെ ദയനീയ അവസ്ഥ, നിന്നെ പ്രാണനായി സ്നേഹിച്ച ഭർത്താവ് വിശാൽ, നിന്നെ ക്രൂരമായി ഉപദ്രവിച്ച് പടിയിറക്കി വിട്ടത് നിന്റെ സ്വന്തം ചോരയായ അനിയത്തി ഗായത്രി, നിന്നെ ചതിച്ച് നിന്റെ ഭർത്താവിനെ സ്വന്തമാക്കിയത് എല്ലാം എനിക്ക് കൃത്യമായി അറിയാം. ആർദ്ര ഒരക്ഷരം പോലും മിണ്ടാനാകാതെ പകച്ചു നിന്നുപോയി. തൻ്റെ ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും ഈ മനുഷ്യൻ എങ്ങനെ അറിഞ്ഞു? പെട്ടെന്ന് മിസ്റ്റർ എം ആർദ്രയുടെ മുന്നിൽ വന്നു നിന്നു. അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഗാംഭീര്യം നിറഞ്ഞു. ആർദ്ര, നിന്നെ തകർത്തവർക്ക് മുന്നിൽ നിനക്ക് തലയുയർത്തി ജീവിക്കണോ? എങ്കിൽ നീ എന്നെ വിവാഹം കഴിക്കണം. ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്രതീക്ഷിതമായ ആ വിവാഹാഭ്യർത്ഥന കേട്ട് ആർദ്ര ഞെട്ടിപ്പോയി. എന്താ താനീ പറയുന്നത്? എനിക്ക് ഡിവോഴ്സ് ആയിട്ടില്ല. ഞാൻ നിയമപരമായി ഇപ്പോഴും മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്. അതെനിക്കൊരു പ്രശ്നമല്ല ആർദ്ര, അയാൾ വളരെ തൻ്റെയിടത്തോടെ പറഞ്ഞു. നിന്റെ ഡിവോഴ്സ് പേപ്പർ എത്രയും വേഗം നിന്റെ കയ്യിലെത്തിക്കാൻ എനിക്കറിയാം. എനിക്ക് വേണ്ടത് നിന്നെയാണ്. നിന്റെ സമ്മതം മാത്രം മതി എനിക്ക്. അയാളുടെ ആ അടിയുറച്ച വാക്കുകളും തന്നെ സംരക്ഷിക്കാനുള്ള ആ തൻ്റെയിടവും ആർദ്രയുടെ ഉള്ളിൽ വല്ലാത്തൊരു വികാരമുണ്ടാക്കി. ഈ ലോകത്ത് തനിക്കായി സംസാരിക്കാൻ ഒരാളുണ്ടെന്ന തിരിച്ചറിവ് ലഹരിയേക്കാൾ ശക്തമായി അവളുടെ മനസ്സിലേക്ക് പടർന്നു. അവൾക്ക് അയാളെ തള്ളിപ്പറയാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി ആ ഇരുണ്ട മുറിയിൽ ആർദ്ര ആ അജ്ഞാതനൊപ്പം മറ്റൊരു രാത്രി കൂടി ചെലവിട്ടു. എന്നാൽ ഇന്നലെ രാത്രിയിലെ പോലെ ലഹരിയായിരുന്നില്ല. അവൾ പൂർണ്ണ ബോധത്തോടെയായിരുന്നു. അയാളുടെ സ്പർശനവും കാരുണ്യവും അവളെ ആശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ സൂര്യപ്രകാശം മുറിയിലേക്ക് അടിച്ചു കയറിയപ്പോൾ ആർദ്ര പതുക്കെ കണ്ണു തുറന്നു. ബെഡിൽ അവളുടെ അരികിൽ മിസ്റ്റർ എം ഉണ്ടായിരുന്നില്ല. അയാൾ എപ്പോഴോ പോയിരുന്നു. എങ്കിലും ആ മുറിയിൽ ഇപ്പോഴോ അയാളുടെ ആൺകരുത്തിൻ്റെ സുഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റിരുന്നു. വിശാൽ തനിക്ക് തന്ന മുറിവുകളെല്ലാം മറന്ന് ആ അജ്ഞാതനായ മിസ്റ്റർ എമ്മിൻ്റെ കാന്തിക വലയത്തിൽ അവൾ പൂർണ്ണമായും അകപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവളുടെ മനസ്സും ശരീരവും ഇപ്പോൾ അയാളെ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. തനിക്ക് വരാൻ പോകുന്ന വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു ആ പ്രഭാതം. ഹോട്ടൽ മുറിയിൽ നിന്നും തിരികെ ഹോസ്പിറ്റലിലെത്തിയ ആർദ്രയുടെ മനസ്സിൽ മിസ്റ്റർ എം മാത്രമായിരുന്നു. അവളുടെ മുഖത്തെ മാറ്റവും കണ്ണുകളിലെ തിളക്കവും അരികിലിരുന്ന നളിനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നളിനി തൻ്റെ ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് ആർദ്രയെയും അച്ഛനെയും നോക്കാൻ വീണ്ടും ഹോസ്പിറ്റലിൽ എത്തിയതായിരുന്നു. കൂടുതൽ നാളുകൾ തൻ്റെ ഉറ്റ സുഹൃത്തിൽ നിന്നും ഈ വലിയ രഹസ്യം ഒളിപ്പിച്ചു വെക്കാൻ ആർദ്രയ്ക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ അവൾ നളിനിയെ ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തനിച്ചിരുത്തി. നളിനി, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ആർദ്ര പതുക്കി തുടങ്ങി. തുടർന്ന് ആദ്യത്തെ രാത്രി റൂം മാറിപ്പോയത് മുതൽ ഇന്ന് രാവിലെ മിസ്റ്റർ എം തനിക്ക് വിവാഹാഭ്യർത്ഥന നടത്തിയതുവരെയുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ കഴുത്തിലെ അടയാളം കാണിച്ച് അവൾ നളിനിയോട് തുറന്നു പറഞ്ഞു. അച്ഛൻ്റെ ഓപ്പറേഷനും മരുന്നിനും പണം നൽകിയത് നളിനിയുടെ കാർഡല്ല, മിസ്റ്റർ എമ്മിൻ്റെ കാർഡാണെന്ന സത്യവും അവൾ വെളിപ്പെടുത്തി. ആർദ്ര പറഞ്ഞതെല്ലാം കേട്ട് നളിനി ആകെ ഞെട്ടിപ്പോയി. അവളുടെ മുഖത്ത് വലിയൊരു ആശങ്ക നിറഞ്ഞു. ആർദ്ര, നീ എന്താ ഈ പറയുന്നത്? മുഖംമൂടി ധരിച്ച ഒരു അജ്ഞാതൻ, അവൻ നിന്റെ മുഴുവൻ കഥയും അറിഞ്ഞു വെച്ചിരിക്കുന്നു. ലക്ഷങ്ങൾ തരുന്നു, പെട്ടെന്ന് വന്ന് വിവാഹം കഴിക്കാമെന്ന് പറയുന്നു. ഇയാൾ നിന്നെ ചതിക്കാൻ നോക്കുകയാണോ എന്ന് എനിക്കൊരു നല്ല സംശയമുണ്ട്, നളിനി തികഞ്ഞ ഗൗരവത്തോടെ പറഞ്ഞു. പക്ഷേ നിന്റെ മുൻ ഭർത്താവ് വിശാലോ ആ ഗായത്രിയോ നിന്നെ വീണ്ടും കൊടുക്കാൻ വേണ്ടി ഒരുക്കിയ ചതിക്കുഴിയാണെങ്കിലോ ഇത്? ഇല്ല നളിനി, ഒരിക്കലുമില്ല, ആർദ്ര പെട്ടെന്ന് വിസമ്മതിച്ചുകൊണ്ട്. അവളുടെ ശബ്ദത്തിൽ മിസ്റ്റർ എമ്മിനോടുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു. അയാൾ എന്നെ ചതിക്കില്ല. വിശാലിൻ്റെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കാൻ നോക്കിയ വെയിറ്റർക്ക് ശിക്ഷ കൊടുത്തത് അയാളാണ്. എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചതും അയാളാണ്. അയാളുടെ കാന്തിക വലയത്തിൽ ഞാൻ പൂർണ്ണമായും അകപ്പെട്ട് കഴിഞ്ഞു നളിനി. എനിക്ക് അയാളെ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. ആർദ്ര മിസ്റ്റർ എമ്മിൻ്റെ പ്രണയത്തിൽ എത്രത്തോളം വീണുപോയി എന്ന് നളിനിക്ക് അവളുടെ വാക്കുകളിൽ നിന്നും മനസ്സിലായി. എങ്കിലും ഒരു ഉറ്റ സുഹൃത്ത് എന്ന നിലയിൽ ആർദ്രയെ അപകടത്തിൽപ്പെടുത്താൻ നളിനിക്ക് കഴിയില്ലായിരുന്നു. ശരി, നീ പറയുന്നത് പോലെ അവൻ നല്ലവനാണെന്ന് തന്നെ ഇരിക്കട്ടെ. എങ്കിലും ഒരു മുഖംമൂടിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നവനെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എങ്ങനെയെങ്കിലും അയാളുടെ യഥാർത്ഥ മുഖം നമുക്ക് കണ്ടെത്തണം. നളിനി തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കാൻ തുടങ്ങി. അതിന് നമ്മൾ എന്താ ചെയ്യുക? അയാൾ ഇപ്പോഴും ഇരുട്ടിലാണ് വരുന്നത്, മുഖംമൂടിയും ഉണ്ടാകും, ആർദ്ര ചോദിച്ചു. നളിനി പതുക്കെ ആർദ്രയുടെ അരികിലേക്ക് നീങ്ങിയിരുന്ന് മന്ത്രിച്ചു. നമുക്ക് ചില ഐഡിയകൾ പ്ലാൻ ചെയ്യാം. അടുത്ത തവണ അയാൾ നിന്നെ കാണാൻ വരുമ്പോൾ ആ റൂമിൽ ആരും കാണാത്ത രീതിയിൽ ഒരു രഹസ്യ ക്യാമറ വയ്ക്കാൻ എനിക്ക് കഴിയും. അല്ലെങ്കിൽ അവന് ഉറങ്ങുന്ന സമയത്തോ മറ്റോ നിനക്ക് പതുക്കെ അവൻ്റെ മുഖംമൂടി മാറ്റാൻ നോക്കിക്കൂടെ? അവൻ്റെ കയ്യിലുള്ള
കാർഡിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് എൻ്റെ കമ്പനിയിലെ ആളുകളെ കൊണ്ട് ഞാൻ അന്വേഷിപ്പിക്കാം ആരാണ് ഈ മിസ്റ്റർ എം എന്ന്. നമ്മൾ ഉടൻ തന്നെ കണ്ടെത്തും. നളിനിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ആർദ്രയുടെ ഉള്ളിലും മിസ്റ്റർ എമ്മിൻ്റെ യഥാർത്ഥ മുഖം കാണാനുള്ള ആഗ്രഹം ശക്തമായി. തൻ്റെ ജീവിതത്തിലെ മാറ്റിയെഴുതിയ ആ രാജകുമാരൻ ആരാണെന്നറിയാൻ അവളും ആഗ്രഹിച്ചു തുടങ്ങി. അവർ രണ്ടുപേരും കൂടി മിസ്റ്റർ എമ്മിനെ കെണിയിലാക്കാനുള്ള ആ രഹസ്യ പ്ലാൻ അവിടെ വെച്ച് ഉറപ്പിച്ചു. ആർദ്രയും നളിനിയും മിസ്റ്റർ എമ്മിൻ്റെ മുഖംമൂടി അഴിക്കാൻ പല തന്ത്രങ്ങളും പയറ്റിയിരുന്നു. എന്നാൽ എത്ര വലിയ തന്ത്രം ഉപയോഗിച്ചാലും മിസ്റ്റർ എം അതിൽ നിന്നൊക്കെ അതിവിദഗ്ധമായി രക്ഷപ്പെടുമായിരുന്നു. അയാളുടെ നീക്കങ്ങൾ ഒരു മാന്ത്രികനെ പോലെ അസാധ്യമായിരുന്നു. ആർദ്രയോട് അയാൾ കാണിക്കുന്ന പ്രണയവും വാത്സല്യവും അതിരുകളില്ലാത്തതായിരുന്നു. അവരുടെ റൊമാൻറ്റിക് നിമിഷങ്ങളിൽ പോലും മുഖംമൂടി അഴിച്ചുമാറ്റാൻ അയാൾ തയ്യാറായിരുന്നില്ല. അയാളുടെ ഗാംഭീര്യവും സ്പർശനവും ആർദ്രയെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതേസമയം വീട്ടിൽ വിശാലിൻ്റെ അവസ്ഥ വല്ലാത്തൊരു സംഘർഷത്തിലായിരുന്നു. ആർദ്രയുടെ കഴുത്തിലെ ആ അടയാളം അവൻ്റെ മനസ്സിൽ നിന്ന് മായുന്നേയില്ലായിരുന്നു. മറ്റൊരാൾ അവളെ സ്പർശിച്ചു എന്ന് അവനിൽ വല്ലാത്തൊരു ഭ്രാന്തുണ്ടാക്കിയിരുന്നു. വിശാലിൻ്റെ ഉള്ളിൽ ആർദ്രയോടുള്ള വെറുപ്പിനേക്കാൾ ഉപരി ഒരു ഭർത്താവിൻ്റെ ഉടമസ്ഥാവകാശബോധം ഉണർന്നു തുടങ്ങിയിരുന്നു. അവൾക്ക് എങ്ങനെ ഇത്രയും പണം വന്നു? ആരാണ് ആ അജ്ഞാതൻ? ഈ ചിന്തകൾ അവനെ വല്ലാതെ വേട്ടയാടി. അവനാകെ ആലോചിച്ച് തല പൊങ്ങിയിരിക്കുമ്പോൾ ഗായത്രി അവനരികിലേക്ക് വന്നു. എന്താ വിശാൽ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത്? ആർദ്രയുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട, അവളെ എങ്ങനെയോ പണമുണ്ടാക്കി ജീവിച്ചോളും, ഗായത്രി കള്ളച്ചിരിയോടെ പറഞ്ഞു. വിശാൽ അവളെ രൂക്ഷമായി നോക്കി. എനിക്ക് അവളെക്കുറിച്ച് മാത്രമല്ല ഗായത്രി, നമ്മുടെ ജീവിതത്തെക്കുറിച്ചും കുറേ സംശയങ്ങളുണ്ട്. ആ അടയാളം അവളുടേത് മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ വിശ്വാസ്യതയുടെ കൂടിയാണ്. ഗായത്രി ഒന്നും വിട്ടു പറഞ്ഞില്ല. അവൾ പെട്ടെന്ന് ഫോണെടുത്ത് ആർക്കോ രഹസ്യമായി വിളിച്ചു. വിശാൽ കേൾക്കാതെ അവൾ മന്ത്രിച്ചു. എല്ലാം ശരിയാകും. നമ്മൾ വസ്തുക്കളെല്ലാം കിട്ടിയിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ഇപ്പോൾ എല്ലാം പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത്. വിശാൽ ഇതൊന്നും അറിഞ്ഞില്ല. അവന് ഒരു കാര്യം കൂടി അറിയില്ലായിരുന്നു. ഗായത്രിയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞ് വിശാലിൻ്റേതല്ല, മറിച്ച് അവളുടെ യഥാർത്ഥ കാമുകൻ്റേതാണ്. വിശാലിൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് അവനെ പാപ്പരാക്കി ഉപേക്ഷിച്ചു പോകുക എന്നതാണ് അവളുടെ യഥാർത്ഥ പ്ലാൻ. വിശാലിൻ്റെ അമ്മയും അവളും ഇതറിയാതെ ഗായത്രിയെ അമിതമായി വിശ്വസിച്ചുകൊണ്ട് അവൾക്ക് ചുറ്റും കറങ്ങുകയായിരുന്നു. വിശാലിൻ്റെ ഉള്ളിൽ ആർദ്രയോട് തോന്നിയ ചെറിയൊരു മമതയെ ഗായത്രി ഭയത്തോടെയാണ് കണ്ടത്. ആർദ്രയെ പൂർണ്ണമായും തകർക്കാൻ അവൾ വീണ്ടും എന്തൊക്കെയോ വലകൾ നെയ്യുകയാണ്. വിശാലിൻ്റെ ആസ്തികൾ കൈക്കലാക്കാനുള്ള ഗായത്രിയുടെ ആ നീക്കങ്ങൾക്ക് മുന്നിൽ ഈ കുടുംബം ഒന്നാകെ വീഴാൻ പോകുന്നത് അവർ ആരും അറിഞ്ഞിരുന്നില്ല. കോടതിയിൽ വിശാലും ആർദ്രയും തമ്മിലുള്ള ഡിവോഴ്സ് പെറ്റീഷൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിയമപരമായ ചില കാരണങ്ങളാൽ പെട്ടെന്ന് ഡിവോഴ്സ് അനുവദിക്കാൻ കോടതി തയ്യാറായിരുന്നില്ല. കേസിന് കുറച്ച് കാലതാമസം എടുക്കുമെന്ന് വക്കീൽ അവരെ അറിയിച്ചു. അങ്ങനെ കേസ് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ആ അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്നത്. ശക്തമായ ബിസിനസ് സാമ്രാജ്യം സ്വാധീനമുള്ള മിസ്റ്റർ എം വഴി ആർദ്ര ആ ഭയങ്കരമായ സത്യം അറിഞ്ഞു. ഗായത്രിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് വിശാലിൻ്റേതല്ലെന്നും അവൾ തൻ്റെ കാമുകനുമായി ചേർന്ന് വിശാലിൻ്റെ മുഴുവൻ സ്വത്തുക്കളും വസ്തുവകളും തട്ടിയെടുത്ത് അവനെ തെരുവാധാരമാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണെന്നുമുള്ള എല്ലാ തെളിവുകളും മിസ്റ്റർ എം ആർദ്രയ്ക്ക് ചോർത്തി നൽകി. തന്നോട് ക്രൂരത കാണിച്ചവരാണെങ്കിലും വിശാലിനെയും അവൻ്റെ അമ്മയെയും ആ വലിയ ചതിക്കുഴിയിൽ നിന്ന് രക്ഷിക്കാൻ തന്നെ ആർദ്ര തീരുമാനിച്ചു. എന്നാൽ തൻ്റെ പേര് പുറത്തു വരാൻ അവൾ ആഗ്രഹിച്ചില്ല. മിസ്റ്റർ എം നൽകിയ വോയിസ് റെക്കോർഡുകളും ആധാരത്തിൻ്റെ വ്യാജരേഖകളും അടങ്ങുന്ന എല്ലാ തെളിവുകളും ആർദ്ര ഒരു അജ്ഞാത കൊറിയർ വഴി വിശാലിൻ്റെ കൈകളിൽ എത്തിച്ചു. ഡിവോഴ്സ് കേസിൻ്റെ അടുത്ത സീറ്റിംഗ് നടക്കുന്ന അതേ ദിവസമാണ് വിശാലിന് ആ കൊറിയർ ലഭിക്കുന്നത്. കോടതിയുടെ വരാന്തയിൽ വെച്ച് അവൻ ആ കവർ തുറന്നു. അതിലെ തെളിവുകളും ഗായത്രിയുടെ ഫോൺ റെക്കോർഡ്സിങ്ങും കേട്ടത് വിശാലിൻ്റെ തലയിൽ ഇടുത്തി വെട്ടിയതുപോലെയായി. സ്വന്തം കുഞ്ഞാണെന്ന് കരുതി താൻ തലോടിയത് മറ്റൊരുത്തൻ്റെ ചോരയാണെന്നും തന്നെയും അമ്മയെയും ജീവനോടെ കൊലപ്പെടുത്താനാണ് ഗായത്രി പ്ലാൻ ചെയ്തതെന്നും അവൻ തിരിച്ചറിഞ്ഞു. കോടതി മുറിക്ക് പുറത്ത് വെച്ച് വിശാൽ ഗായത്രിയെ പരസ്യമായി തല്ലി. പോലീസിനെ വിളിച്ച് അവളെയും അവളുടെ കാമുകനെയും അറസ്റ്റ് ചെയ്യിപ്പിച്ചു. ഗായത്രിയുടെ മുഖംമൂടി അഴിഞ്ഞു വീണ നിമിഷം ആ വലിയ ചതിയിൽ നിന്നും തന്നെ രക്ഷിക്കാൻ ആരോ അയച്ച കൊറിയറാണ് സഹായിച്ചതെന്ന് വിശാലിന് മനസ്സിലായി. എന്നാൽ അതയച്ചത് താൻ പടിയിറക്കി വിട്ട ആർദ്രയാണെന്ന് ആ പാവം വിശാലും അമ്മയും അറിഞ്ഞതേയില്ല. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും തിരിച്ചറിഞ്ഞ വിശാൽ സർവ്വ നിയന്ത്രണവും വിട്ട് കോടതി മുറിക്ക് മുന്നിൽ വെച്ച് ആർദ്രയുടെ കാലുകളിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു. ആർദ്ര, എന്നോട് ക്ഷമിക്കടി, എനിക്ക് തെറ്റുപറ്റി. ആ രാക്ഷസിയുടെ വാക്കുകൾ കേട്ടാണ് ഞാൻ നിൻ്റെ പവിത്രതയെ സംശയിച്ചത്. നിനക്ക് കുട്ടികളുണ്ടാകില്ല എന്ന് പറഞ്ഞാണ് ഞാൻ നിന്നെ അകറ്റിയത്. പക്ഷേ യഥാർത്ഥ ചതി അവളുടേതായിരുന്നു. പ്ലീസ് ആർദ്ര, നീ എന്നോടൊപ്പം തിരികെ വരണം. നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. വിശാൽ കൈകൂപ്പി യാചിച്ചു. ആർദ്ര പതുക്കെ തൻ്റെ കൈകൾ പിൻവലിച്ചു. അവളുടെ കണ്ണുകളിൽ വിശാലിനോടിപ്പോൾ വെറുപ്പില്ലായിരുന്നു. പകരം വെറുമൊരു അന്യനോട് തോന്നുന്ന ഭാവം മാത്രമായിരുന്നു. ഏയ് ഇല്ല വിശാൽ, ആർദ്ര ശാന്തമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. പോയ വസന്തം ഇനി തിരിച്ചു വരില്ല. നിങ്ങളെ ഞാൻ മനസ്സാ ഉറപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ വഴി ഇനി മറ്റൊന്നാണ്. അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു.
വിശാലിൻ്റെ ആ പഴയ ലോകത്തേക്ക് മടങ്ങാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. കാരണം അവളിപ്പോൾ മിസ്റ്റർ എമ്മിൻ്റെ ആ കാന്തിക വലയത്തിലും പ്രണയത്തിലും പൂർണ്ണമായും അകപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവളുടെ ഹൃദയം ഇപ്പോൾ തുടിക്കുന്നത് ആ അജ്ഞാതന് വേണ്ടി മാത്രമാണ്. കോടതിക്ക് പുറത്തിറങ്ങിയ ആർദ്രയെ കാത്ത് വലിയൊരു കറുത്ത ലക്ഷറി കാർ കിടപ്പുണ്ടായിരുന്നു. കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് മിസ്റ്റർ എം അവളെ നോക്കി പതുക്കെ കൈനീട്ടി. ആർദ്ര പുഞ്ചിരിയോടെ ആ കാറിലേക്ക് കയറി. ആ യാത്ര ചെന്ന് അവസാനിച്ചത് ആ പഴയ ഹോട്ടൽ മുറിയിലായിരുന്നു. മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ മിസ്റ്റർ എം അവൾക്ക് മുന്നിൽ വന്നു നിന്നു. അവൻ പതുക്കെ തൻ്റെ കൈകൾ മുഖത്തേക്ക് ഉയർത്തി. ഹോട്ടൽ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ മുഖംമൂടി അഴിച്ചു മാറ്റുന്നതിന് തൊട്ടു മുമ്പ് മിസ്റ്റർ എം പതുക്കെ നടന്ന് മേശപ്പുറത്തിരുന്ന ലാപ്ടോപ്പ് തുറന്നു. അവൻ ആർദ്രയെ തനിക്കരികിലേക്ക് വിരൽ ചൂണ്ടി വിളിച്ചു. മുഖംമൂടി അഴിക്കുന്നതിന് മുമ്പ് നീ ഇതൊന്ന് കാണണം ആർദ്ര. അവൻ്റെ ശബ്ദത്തിൽ ഇന്നെന്തോ വല്ലാത്തൊരു ആർദ്രതയുണ്ടായിരുന്നു. ആർദ്ര ആകാംക്ഷയുടെ ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് നോക്കി. അടുത്ത നിമിഷം അത്ഭുതവും വിസ്മയവും കൊണ്ട് അവളുടെ കൈകൾ വായോട് ചേർന്നു. അതിൽ തെളിഞ്ഞു വന്നത് അവളുടെ തന്നെ ചിത്രങ്ങളായിരുന്നു. അവളുടെ ചെറുപ്പകാലം, അച്ഛനും അമ്മയ്ക്കുമൊപ്പം സന്തോഷത്തോടെ വളർന്ന സാഹചര്യങ്ങൾ, അവളുടെ സ്കൂൾ കാലഘട്ടത്തിലെ ഓരോ ചെറിയ നിമിഷങ്ങളും ഫോട്ടോകളായി അതിലുണ്ടായിരുന്നു. അതിലുപരി അവൾ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന ഒരുപാട് മനോഹരമായ ചിത്രങ്ങളും അതിൽ കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ ആരാണ്? ആർദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. പണ്ട് വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു അവൻ. നിന്നെ ജീവനോടെ സ്നേഹിച്ചിട്ടും അത് തുറന്നു പറയാൻ അവന് ഭയമായിരുന്നു. ഒടുവിൽ നിനക്ക് വലിയൊരു ധനിക കുടുംബത്തിൽ നിന്നും നല്ലൊരു വിവാഹാലോചന വന്നപ്പോൾ നിന്റെ സന്തോഷം മാത്രം ആഗ്രഹിച്ച് നിന്റെ ജീവിതത്തിൽ നിന്നും സ്വയം പിന്മാറിയ ഒരു പാവം കാമുകൻ. പക്ഷേ നിന്റെ കല്യാണം കഴിഞ്ഞിട്ടും അവൻ നിന്റെ കാര്യങ്ങൾ ദൂരെ നിന്നും മാത്രം തിരക്കിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ നിനക്കൊരു കഷ്ടകാലം വന്നപ്പോൾ നിന്നെ ആ ചതിക്കുഴിയിലിട്ട് കൊടുക്കാൻ അവൻ്റെ പ്രണയത്തിന് കഴിയുമായിരുന്നില്ല. അങ്ങനെയാണ് അവൻ മിസ്റ്റർ എം ആയി നിനക്ക് മുന്നിലെത്തിയത്. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ കൈകൾ പതുക്കെ മുഖത്തേക്ക് ഉയർത്തി. ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ കറുത്ത മുഖം മൂടി അവൻ പതുക്കെ അഴിച്ചു മാറ്റി. മിന്നൽ വെളിച്ചത്തിൽ അവൻ്റെ യഥാർത്ഥ മുഖം കണ്ട ആർദ്രയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കാലുകൾ തളരുന്നത് പോലെ തോന്നി. അത് മറ്റാരുമായിരുന്നില്ല. കോളേജിൽ അവളുടെ കൂടെ പഠിച്ച എല്ലാ കാര്യത്തിനും അവളുടെ നിഴലായി കൂടെയുണ്ടായിരുന്ന അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് മാധവായിരുന്നു അത്. പഠിക്കുന്ന കാലത്ത് തന്നോട് ജീവനായി പ്രണയമുണ്ടായിരുന്നിട്ടും ഒരു വാക്കുപോലും പറയാതെ ഇന്ന് തനിക്ക് വേണ്ടി ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത് രക്ഷകനായി വന്ന തൻ്റെ മാധവ്. ആർദ്രയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദക്കണ്ണീർ ഒഴുകിയിറങ്ങി. അവൾ ഓടിച്ചെന്ന മാധവൻ്റെ നെഞ്ചിലേക്ക് വീണ് കെട്ടിപ്പിടിച്ചു. മാധവൻ അവളെ തൻ്റെ കൈകളിൽ ഭദ്രമായി ചേർത്ത് പിടിച്ചു. ഇനി ഒരിക്കലും ആർദ്രയ്ക്ക് ഒരു കണ്ണീര് വരില്ലെന്ന് അവൻ്റെ നെഞ്ചിടിപ്പ് അവളോട് ഉറപ്പ് നൽകുന്നുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഗായത്രിയും അവളുടെ കാമുകനും ചെയ്ത ചതികൾക്കുള്ള തക്കതായ ശിക്ഷ നിയമം വഴി അവർക്ക് ലഭിച്ചു. അവർ ജയിലിൻ്റെ ഇരുട്ടറയിലേക്ക് തള്ളപ്പെട്ടു. തൻ്റെ തെറ്റുകൾ പൂർണ്ണമായും മനസ്സിലാക്കിയ വിശാലും അവൻ്റെ അമ്മയും വല്ലാത്തൊരു പശ്ചാത്താപത്തിലായിരുന്നു. തങ്ങൾ ആർദ്രയോട് ചെയ്ത ക്രൂരതകൾ ഓർത്ത് അവർ മാധവൻ്റെയും ആർദ്രയുടെയും കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു. ആർദ്ര അവരോട് പൂർണ്ണമായി ക്ഷമിച്ചു. വിശാൽ തൻ്റെ തെറ്റുകൾ തിരുത്തി അവൻ്റെ പഴയ നല്ല രീതിയിലുള്ള ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി. മാധവൻ്റെ തണലിൽ അച്ഛൻ്റെ അനുഗ്രഹത്തോടെ ആർദ്രയ്ക്ക് വളരെ മനോഹരമായ ഒരു പുതിയ ജീവിതം ലഭിച്ചു. ഇത്രയും നാൾ അനുഭവിച്ച എല്ലാ സങ്കടങ്ങൾക്കും പകരമായി പ്രണയത്തിൻ്റെ പുതുവസന്തം തീർത്തുകൊണ്ട് അവർ രണ്ടുപേരും വളരെ ഹാപ്പിയായി മുന്നോട്ട് ജീവിച്ചു. മാധവൻ്റെ നെഞ്ചിലേക്ക് വീണ് ആർദ്ര ഒരുപാട് നേരം കരഞ്ഞു. ആ കണ്ണീരിൽ ഇത്രയും നാൾ അവൾ അനുഭവിച്ച വേദനകളും അപമാനങ്ങളും ഒലിച്ചു പോവുകയായിരുന്നു. മാധവൻ അവളുടെ തലമുടിയിൽ പതുക്കെ തലോടിക്കൊണ്ട് അവളെ തന്നോട് കൂടുതൽ ചേർത്ത് പിടിച്ചു. അവൾ പതുക്കെ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കി. ആ മുഖംമൂടിയുടെ പിന്നിൽ ഇത്രയും നാൾ ഒളിഞ്ഞിരിക്കുന്നത് തനിക്ക് പരിചിതമായ താൻ ഒരുപാട് ആഗ്രഹിച്ച മുഖമായിരുന്നു എന്ന് അവൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തിനാ മാധവ്, എന്തിനാ ഇത്രയും കാലം എന്നോട് ഈ പ്രണയം ഒളിച്ചു വെച്ചത്? അന്നൊരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നരകം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ആർദ്ര പരിഭവത്തോടെ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു കുലുക്കി. മാധവൻ പതുക്കെ ചിരിച്ചു. അവളുടെ ചുണ്ടുകളിലെ ആ പരിഭവം അവനിൽ പ്രണയം നിറയ്ക്കുകയായിരുന്നു. അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ തന്നിലേക്ക് ഒട്ടിച്ചു നിർത്തി. അന്നെൻ്റെ കയ്യിൽ നിന്നെ രാജകുമാരിയെ പോലെ നോക്കാനുള്ള പണമോ പദവിയോ ഇല്ലായിരുന്നു ആർദ്ര. പക്ഷേ നിന്റെ കഴുത്തിൽ മറ്റൊരാൾ താലി ചാർത്തിയത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് സന്തോഷം മാത്രമായിരുന്നു, എൻ്റെ പ്രാർത്ഥന. പക്ഷേ അവൻ നിന്നെ വേദനിപ്പിച്ചെന്ന് അറിഞ്ഞ നിമിഷം എൻ്റെ ഉള്ളിലെ പ്രണയം ഒരു ഭ്രാന്തായി മാറുകയായിരുന്നു. മാധവൻ്റെ ശബ്ദം ഗാംഭീര്യമുള്ളതായിരുന്നു. അവൻ പതുക്കെ കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ ആഴത്തിൽ ചുണ്ടുകൾ അമർത്തി. ആ സ്പർശനത്തിൽ ആർദ്രയുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. അവളുടെ ശരീരം മുഴുവൻ വല്ലാത്തൊരു ലഹരി പടരുന്നതുപോലെ അവൾക്ക് തോന്നി. മാധവൻ അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിലെടുത്തു. അവളുടെ കഴുത്തിൽ വിശാൽ വരുത്തിയ മുറിവുകളിലേക്ക് അവൻ നോക്കി. അവൻ്റെ വിരലുകൾ ആ ചുവന്ന അടയാളത്തിലൂടെ പതുക്കെ തലോടി. ഇനി നിന്റെ ശരീരത്തിലോ മനസ്സിലോ ആ പഴയ ഓർമ്മകളുടെ ഒരു കറ പോലും ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല ആർദ്ര.
നീ ഇനി എൻ്റേത് മാത്രമാണ്. മാധവൻ മന്ത്രിച്ചു. അടുത്ത നിമിഷം അവൻ അവളുടെ കഴുത്തിലെ ആ പഴയ അടയാളത്തിന് മുകളിലേക്ക് തൻ്റെ അധരങ്ങൾ ചേർത്തു. വല്ലാത്തൊരു വന്യതയും പ്രണയവും കലർന്ന ആ ചുംബനത്തിൽ ആർദ്രയുടെ ഉള്ളിൽ നിന്നും ഒരു നേർത്ത ശ്വാസം പുറത്തേക്ക് വന്നു. അവൾ മാധവൻ്റെ തോളുകളിൽ കനത്തിൽ പിടുത്തമിട്ടു. അവൻ ആ ചുംബനത്തിലൂടെ അവളുടെ പഴയ വേദനകളെല്ലാം മായ്ച്ചു കളയുകയായിരുന്നു. മുറിയിലെ പ്രകാശം വീണ്ടും മങ്ങി. ജനലിലൂടെ വന്ന തണുത്ത കാറ്റ് ആ പ്രണയ ജോഡികളെ തലോടിക്കൊണ്ട് കടന്നുപോയി. ഇത്രയും നാൾ ഒരു അജ്ഞാതനായി വന്ന് അവളെ മോഹിപ്പിച്ച മിസ്റ്റർ എം ഇനി അവളുടെ ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാകുമെന്ന ഉറപ്പോടെ ആർദ്ര മാധവൻ്റെ പ്രണയക്കടലിൽ പൂർണ്ണമായും അലിഞ്ഞുചേർന്നു. ശുഭം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.